വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് കൊച്ചിയിലെ കുറച്ച് കാര്യങ്ങളാണ്. കൊച്ചിയിലെ ഒരു സിറ്റി ലൈഫ് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്കൊരു വൈബ് ഉള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ സിനഗോഗും അതുപോലെ തന്നെ ഈ ഫിഷിംഗ് നെറ്റെല്ലാം കാണാനായിട്ട് കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് നുമ്മ കൊച്ചി, അതായത് നമ്മുടെ കൊച്ചി. അപ്പോൾ കൊച്ചി വേണ്ടവന് കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. അപ്പം അവിടുത്തെ പ്രത്യേകതകളും ഈ നമ്മുടെ സിറ്റി സ്കേപ്പിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടാണിത്. അതാണ് രസവും. സിറ്റി നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് വരണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പം നേരെ തുരുത്തുകൾ പോലെയാണല്ലോ കൊച്ചി. ഓരോരോ കുറേ ബ്രിഡ്ജുകളുണ്ട്. ഇപ്പോൾ സിറ്റിക്കകത്ത് കയറിയ വലിയ കൊച്ചു ഇടവഴികളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിറ്റി വിട്ട് കഴിഞ്ഞാൽ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഷിപ്പ് യാർഡ് ഉള്ള ആ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം പഴയ സിനഗോഗാണ്. അപ്പോൾ അത് കണ്ട് അതിൻ്റെ രസവും കൊച്ചി മൊത്തത്തിൽ ഒന്ന് ആസ്വദിച്ച് പോകാമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. ഉച്ചയ്ക്കാണ്, ചൂടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 10:30 ആ ടൈമാണ്. അപ്പോൾ 10:30 അല്ല, അത് കഴിയും. അപ്പോൾ നേരെ കൊച്ചിയിലോട്ട് വെച്ച് വിടുകയാണ്. അപ്പോൾ ഇത് കാറിനകത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി എല്ലാം കൂടുതലാണ്. അപ്പോൾ ഈ പാലം അങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം കടന്നു നോക്കുമ്പോഴത്തേക്കും കാണാം, നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ കരയിൽ തന്നെ ഒരു ഹോട്ടൽ പോലൊരു സാധനം എന്താ ലെഫ്റ്റ് സൈഡിലിരിപ്പുണ്ട്. അത് രസമുണ്ട് കാണാൻ. അത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ ആയില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ വഴി നോക്കി പോവാണ്. നേരെ അത് കഴിഞ്ഞ ശേഷം ലെഫ്റ്റിലോട്ട് തിരിയുന്നു, നേരെ പോകണം. അപ്പോൾ ഇവിടങ്ങളിലും കാണാൻ രസമാണ് കേട്ടോ. ഇടതുവശമുണ്ട്. അവിടെ പോസ്റ്റ് അവിടെ അതുപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട്. അതിന് രസമാണ്. കാർ പാർക്ക് ചെയ്ത് അതിനകത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ രസമാണ്. പല ടൈപ്പ് ഹോട്ടലുകൾ നമ്മൾ നേരത്തെ കണ്ടിരിക്കും. ഹോട്ടൽസൊന്നും അധികം ഓപ്പൺഡല്ല, ചൂടും ഉണ്ടെന്നാലും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകണം. അപ്പോൾ നല്ല രസമാണ് ഈ വശം കാണാൻ, ഈ സൈഡ് കാണാൻ. ഇവിടെ ഇറങ്ങി നിന്ന് വൈകിട്ടൊക്കെ ഈവനിങ്ങിലൊക്കെ നല്ല ഫാൻറ്റാസ്റ്റിക് വ്യൂ ആണ്. പക്ഷേ നമുക്ക് ഈവനിങ്ങൊക്കെ ആയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് പാടായിരിക്കും. അതുപോലെ സ്ഥലം കാണാൻ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ രസമുണ്ട്. അപ്പോൾ നേരെ അങ്ങനെ വെച്ച് വിടുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് സൈഡ് വശത്ത് ഒരു റെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കടയുണ്ട്. അത് കണ്ടില്ല നമ്മൾ. പിന്നെ ആ സൈഡിലുണ്ട് നമ്മളപ്പോൾ ഈ സൈഡിൽ കായൽ കാണാം. നല്ല കടലും കായലും കൂടെ അതിൻ്റെ മിക്സാണ്. അപ്പോൾ കടൽ കാണാൻ നമുക്ക് നോക്കുമ്പോൾ കാണാം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് വിടുകയാണ്. നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഇടതുവശത്തൊക്കെ പല ഹോട്ടൽസുണ്ട്. ഹോട്ടൽസൊന്നും അങ്ങനെ ഓപ്പൺഡല്ല, രാവിലെ ആയതുകൊണ്ടായിരിക്കും. അതുപോലെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണിത്. അപ്പോൾ അതുകൂടെ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ അതുവഴി കാറിൽ അങ്ങോട്ട് പോവാണ്. ഈ വ്യൂസൊക്കെ കൊള്ളാം, രസമുണ്ട്. നമ്മളൊരു ഫോറിൻ കൺട്രിയിലൊക്കെ ചെന്നുള്ളൊരു ഇതുപോലെയുണ്ട്. കാർ പാർക്കിങ്ങിന് വിശാലമായ കാർ പാർക്കിങ്ങിൻ്റെ ആൾക്കാരോട് വന്ന് പാർക്കുകളിലിരിക്കും എന്നൊക്കെയാണ് ഇരിക്കും. അങ്ങനത്തെയൊക്കെയാണ്. നമ്മളിപ്പം ഉച്ച സമയത്ത് ഉണ്ടായിരിക്കും അധികം റോഡിൽ കാണാറില്ല, കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പിന്നെയും പോവാണ്. അപ്പോൾ പോകുന്ന വഴി ആൾക്കാർക്ക് പരിചയപ്പെടാതെ ഇപ്പോൾ ഇതൊരു ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ് വരെയാണ്. ഓപ്പൺഡാണെന്ന് തോന്നുന്നു, നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല. നമുക്ക് ആഹാരം കഴിക്കണമെന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ട്രിപ്പുകളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എപ്പോഴും. നമുക്ക് ഒരു പോസിറ്റീവ് വൈബുകൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത ദിവസങ്ങളുടെ ആ ഹാർഡ് വർക്കിനെ ഒന്ന് ഈസി ചെയ്യാനും എല്ലാം ട്രിപ്പുകൾ നല്ല യോജിക്കും. ട്രിപ്പിൻ്റെ പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹോട്ടൽസും അവിടുത്തെ ഫുഡും അങ്ങനെ എല്ലാം ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സാധനം. അപ്പം നമ്മൾ അങ്ങനെ പോകണം. അപ്പം ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വഴികളും പോണ വഴി. ഇത് ഇപ്പോൾ അടുത്തൊരു ഹോട്ടലാണ്. ഇതൊക്കെ കണ്ട അസലൊരു ഫോറിൻ കൺട്രിയിൽ പോകുന്ന ഒരു ലുക്കുണ്ട്. വെളിയിൽ ദുബൈയിലൊക്കെ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ രാജ്യം മലേഷ്യയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ അതിനേക്കാളൊക്കെ രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, വന്നൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ കയറാനായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ കൊച്ചു ട്രീസ് ഉണ്ട്. നല്ലൊരു രസമുള്ളൊരു ചൂട് ഇത്തിരി കൂടുതലാണെങ്കിലും അത് പക്ഷേ ഇപ്പോഴത്തെ മാർച്ച് സമയം ആയതുകൊണ്ട്, മാറിയില്ല, ഇത് ഏപ്രിൽ ആയതുകൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ
അടുത്തൊരു പാലത്തിൻ്റെ ഇതിലോട്ട് കയറണം. ചെറിയൊരു അതിനേക്കാളും മറ്റേക്കാളും ചെറിയൊരു പാലമാണ്. അപ്പോൾ ഇത് പഴയ പാലമാണെന്ന് തോന്നുന്നു. അപ്പം മേളിലിങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഹാങ്ങിങ് അല്ല ഇത്, പക്ഷേ അത് പണ്ടത്തെ ടൈപ്പ് കൺസ്ട്രക്ഷനാണ്. അപ്പം അത് ക്രോസ് ചെയ്ത് ആ പാലവും ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണം. അപ്പം കൊച്ചിയുടെ സിറ്റിയുടെ മനോഹാരിത രണ്ട് സൈഡിലും കാണാം. നമുക്കത് നോക്കുമ്പം ദൂരെ കാണുന്ന ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മേളിലേക്ക് റോപ്പ് പോലെ കെട്ടിയിരിക്കുന്നതിൻ്റെ അടിയിലൂടെ കയറിയാണ്. അതതിൻ്റെ സെൻറ്ററായിട്ട് വരും. അപ്പം അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഈ ഷിപ്പ് ക്രോസ് ചെയ്യുന്ന അത് ടൈപ്പ് ഭയങ്കര ചൂടാണ്. അപ്പോൾ കയ്യിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കർച്ചീഫ് വരെ കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ വെയിലടിച്ച് പോകുള്ളൂ. അത്രയ്ക്ക് ചൂടാണ്. എപ്പോഴും ശ്രദ്ധിക്കണം. മുഖവും ഇതുപോലെ നമ്മൾ വെയിൽ മുഖത്ത് ഡയറക്റ്റായിട്ട് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഡ്രൈവ് ചെയ്യുമ്പോഴേ മുഖത്ത് എപ്പോഴും ഇങ്ങനെ സ്കാർ ഉണ്ടാവാൻ ടാൻ ഉണ്ടാവാനൊക്കെ നല്ല സാധ്യത. അപ്പം വളരെ കെയർഫുള്ളായിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെ കയ്യിൽ ഞാൻ പലപ്പോഴും കർച്ചീഫ് ഇല്ലെങ്കിൽ ഫുള്ളും കൈ. അപ്പോൾ ഇടതുവശത്ത് ഒരു ഹോട്ടൽ കാണുന്നത് രസമുണ്ട് കാണാൻ. ഒരു പ്രത്യേക രീതിയിൽ കപ്പലിൻ്റെ പോലത്തെ ഷേപ്പാണെന്ന് തോന്നുന്നു. കെട്ടിയത് നല്ല രസമുണ്ട്. ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ പാലം പിന്നെ ഇത് ലോറി കയറ്റി വിടില്ല, തടഞ്ഞിട്ടുണ്ട്. മറ്റേ ഇത് വെച്ചിട്ട് തടഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ അതുവഴി നേരെ പിന്നെയും മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ സിനഗോഗ്, ഏറ്റവും പഴയമുള്ള സിനഗോഗും പിന്നെ ചീന വരയെല്ലാം കാണുകയാണ്. അപ്പോൾ അങ്ങോട്ട് അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു റോഡിലോട്ട് കയറി. അപ്പോൾ അവിടെ നേരെ നമ്മൾ എല്ലായിടത്തും ഈ മാപ്പിട്ടാണ് പോകുന്നത് കേട്ടോ. മാപ്പിലിട്ടിട്ട് മാപ്പിനകത്തൂടെ നമ്മൾ ഇത് തിരക്കി പിടിച്ച് സ്ഥലം കണ്ടുപിടിച്ചാണ് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ട്രാഫിക്കൊന്നും അധികം ഇല്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പം കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ വഴികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇടുങ്ങിയ വഴികൾ ഒരു വഴി തെറ്റും നിങ്ങൾക്ക് വഴിയില്ല, ആകെപ്പാട് പരിചയമില്ലാത്തവർക്കാണ് പറഞ്ഞത്. അവിടുത്തെ താമസവാസികൾക്കൊന്നും തെറ്റില്ല. പക്ഷെ നമുക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു മാപ്പിൽ ഒരിടത്ത് ചെറിയൊരു നമ്മൾ വഴി ടേൺ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷനായി കടഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കൊച്ചിയിൽ വന്നിട്ടുണ്ട്, പല ഏരിയകളും ഇങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ വന്ന് ഒരു പഴയ ടൈപ്പ് ബിൽഡിങ്സ് എല്ലാം കെട്ടിയിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇവിടെ വെച്ചെടുത്തതാണ്. അതിൻ്റെ അടുത്തോട്ട് വരികയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം നോക്കിയിട്ട് അവിടെ എല്ലാം ഒന്ന്. അപ്പോൾ ആ ബിൽഡിങ് വലതുവശിരിക്കുന്ന ബിൽഡിങ് കണ്ടോ, അത് രസമുണ്ട്. അപ്പോൾ അവിടെ അന്ന് ഇത് വന്നപ്പോഴത്തേക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് നല്ല മനോഹരിതയാക്കിയിട്ടുണ്ട്. രസമുള്ള ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ട് നമ്മൾ നോക്കി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടോട്ട് നമ്മൾ ഇപ്പോൾ പോകും. അപ്പോൾ ആ ഹോട്ടൽ എന്താണെന്ന് പറഞ്ഞാൽ പന്തൽ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻ്റാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ആ പന്തലിലോട്ട് ഇപ്പോൾ കയറുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളവിടെ വന്നിട്ട് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി എടുത്തതിന് ശേഷം ഈ പന്തൽ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴും വഴിക്കൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് വഴി നിർത്തിയിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് എക്സാക്ട്ലി നോക്കി എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. അതിനുശേഷം പിന്നെയും മുമ്പോട്ട് പോകണം. അപ്പോൾ അല്ല, പന്തലിൽ നമ്മൾ ഇപ്പോൾ പോകുന്നില്ല, പിന്നെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഒരു ഐസ്ക്രീം ഒക്കെ വിൽക്കുന്ന ആളും അവിടെ നിൽപ്പുണ്ട്. അപ്പം നല്ല രസമുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയ. അവിടെ പലരും ഇതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പലരും ഇങ്ങനെ അവിടെ ഇതേപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. മറ്റേ പിള്ളേരെല്ലാം മോഡൽസിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പോയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ അതിനെ ഒന്ന് ചുറ്റി കറങ്ങി ഇപ്പുറത്തോട്ട് വന്നിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് പിന്നെയും. അപ്പം നല്ല ഈ ഓൾഡ് മോഡൽ ബിൽഡിങ്സ് എല്ലാം കാണാൻ രസമുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽസും ആ തെരുവ് ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ജൂയിഷ് തെരുവെന്ന് പറയുന്ന അതെല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇനിയിപ്പം കാണാം. അപ്പോൾ അതിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫുഡൊന്ന് കഴിച്ചിട്ട്, കാരണം ഇപ്പോൾ ഏകദേശം 12 o'clock ആയി. അപ്പം നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നേരെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാമെന്നുള്ള നിലയിൽ ഇങ്ങനെ അന്വേഷിച്ച് കറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് കൊണ്ട് ഈ സൈഡിൽ നിന്ന് തിരിച്ച് വന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഈ നല്ല ബിൽഡിങ് നല്ല രസമുണ്ട് കാണാൻ. പഴയ മോഡൽ സ്റ്റൈലിൽ 2 നില ബിൽഡിങ്, വളരെ ഓൾഡ് ബിൽഡിങ്സാണ് കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് കാണാനും. ഇതൊക്കെ ഞാൻ ഇതുവരെ കൊച്ചിയിൽ വന്നിട്ട് ഇന്ന് വരെ കണ്ടില്ല. ഈ ഏരിയയിൽ തപ്പിപ്പിടിച്ച് വന്നാലേ ഇത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഈ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അതിങ്ങനെ ഇത്തിള് പിടിച്ച പോലെ ഇങ്ങനെ, അത് കാണാൻ നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന തൊട്ടടുത്ത് ഇരിക്കുന്ന മരം ഭയങ്കര വലുതാണ്. അങ്ങനെ പന്തലിച്ച് കംപ്ലീറ്റ് നിഴലായിട്ട് കിടക്കും. നിങ്ങൾക്ക് അത് കാണുമ്പോഴേ അറിയാം. ഭയങ്കര ചൂടുള്ളപ്പോഴും ഇതുപോലത്തെ മരങ്ങൾ ഭയങ്കര നല്ല രസവും നല്ലതാണ്.
അപ്പം നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്, വെളിയിൽ നിന്ന് ഒരു സപ്പോർട്ട് പോലെ കൊടുത്തിരിക്കുന്നു. പഴയ ഓൾഡ് മോഡൽ ബിൽഡിങ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നല്ല രസമുണ്ട്, ശാന്തമായ ഏരിയ. രണ്ട് സൈഡിലും നിറച്ചും ആൾക്കാർ ഇതുവരെ കാണാനായിട്ടൊക്കെ ആ ഏരിയ എല്ലാം കാണാനായിട്ട് ഇങ്ങനെ വന്നിപ്പുണ്ട്. ഈ മരം ഭയങ്കര വലിയ മരമാണ് കേട്ടോ, പന്തലിച്ചിങ്ങ് അറ്റം വരെ നിൽപ്പുണ്ട്. അതിൻ്റെ അടിയിൽ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ ഇത് കാറ് നമ്മുടെ കൂടെ ഉള്ള കസിൻ്റെ കാറോടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവർ അങ്ങോട്ട് നടന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ അവിടത്തേക്ക് വീഡിയോസ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ, ഇതിൻ്റെ കഥകൾ അങ്ങനത്തെയൊക്കെ അതിനൊരു അന്നത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് തടി ലാവിഷായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണ്ട. ഈ മരം ഇപ്പം കാണിക്കണ്ട, ഇതിൻ്റെ വലിപ്പം കണ്ടോ, എന്ത് ഭയങ്കര നല്ല തണലുള്ള നല്ല ഇതുപോലത്തെ മരങ്ങൾ ഈ NHൻ്റെ സൈഡിലൊക്കെ നട്ടുപിടിപ്പിക്കണം. അപ്പോഴാണ് അത് NH ഇത്രയും ചൂടാവേയില്ല, നല്ലതുമാണ്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. സൈഡിലോട്ട് മാറ്റി സ്വകാര്യ ഭൂമിയിലായാലും മതി, ഇതുപോലെ നടാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് എൻവയോൺമെൻറ്റലായിട്ട് വളരെ നല്ലതാണ്. ഓക്സിജനും സപ്ലൈ എല്ലാം കൂടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇടതുവശമുള്ള കൺസ്ട്രക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അപ്പം അവിടെ ഇതുപോലത്തെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇതുപോലെ ആ പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം മിക്കവാറും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മറ്റേ ആർട്ട് ഗാലറികൾ പോലെയും അതിൽ ഈ നമ്മുടെ ഫാഷൻ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന പോലത്തെയൊക്കെ പലതും അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഒരു കമേഴ്ഷ്യൽ സ്പോട്ട് പോലെയായി ഇപ്പം ആക്ച്വലി ഇവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ആ സ്ട്രീറ്റിൻ്റെ ഇതെടുക്കുകയാണ്. അപ്പോൾ ഇത് ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ, ഒരു പ്രത്യേക മോഡൽ. പണ്ടത്തെ ഇന്നൊക്കെയാണെങ്കിൽ സപ്പോർട്ടൊന്നും കൊടുക്കാതെ തന്നെ എത്ര നിലയും പൊക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് രസമുണ്ട് അവിടുത്തെ സിറ്റുവേഷൻസ് കാണാൻ. അപ്പം നമ്മൾ ബിൽഡിങ്ങുകളെ പറ്റി ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് അവിടെ നിന്ന് പിന്നെയും കാറും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വലതുവശത്തൊരു വലിയൊരു പള്ളി കാണാം, ചർച്ചുണ്ട്, അത് രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ പിന്നെയും മുമ്പോട്ട് അവിടെ മറ്റേ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരികയാണ്. നമുക്ക് ജ്യൂസി സ്ട്രീറ്റ് കാണണം എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് അവിടെ നിന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ചൂടുണ്ട്, പക്ഷേ കാറിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് AC ആയതുകൊണ്ട് അറിയുന്നില്ല. അപ്പം ഇതെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഈ വീതിയോ അതൊന്നും സിറ്റിക്ക് അകത്തോട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ ഈ ബിൽഡിങ് കണ്ടോ, ഇതൊരു പഴയ ടൈപ്പ് ബിൽഡിങ്ങാണ്, രസമുണ്ട് കാണാൻ. അപ്പോൾ അത് AC ഒക്കെ ഫിറ്റ് ചെയ്ത് പുതിയ രീതിയിൽ മോഡേൺ രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ കെട്ടിടം പഴയ അതേപോലത്തെ ഒരു മരം അവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ അവിടെ ഇത് നമ്മളവിടെ നിന്ന് തിരിച്ച് കണ്ട ഈ ബിൽഡിങ് കണ്ടോ, ഒരു ഇപ്പം ഇല വെച്ചിട്ട് അത് നല്ല രസമുണ്ട് കാണാനും ആ സാധനം, ആ ബിൽഡിങ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും പഴയ സ്ഥലത്തിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്ത് വന്നു. ഇപ്പുറത്തെ സ്ഥലത്ത് വന്നതിന് ശേഷം നമ്മൾ കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ആ സ്ട്രീറ്റൊന്ന് ചുറ്റി കറങ്ങി ഇപ്പുറത്ത് വരാമെന്നുള്ള നിലയിൽ നമ്മൾ ഒന്നേന്ന് തിരിച്ച് അവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇതിപ്പം കാറിൻ്റെ അകത്തായതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് മറ്റേ ജൂയിഷ് സ്ട്രീറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ തന്നെ ഈ സാധനങ്ങൾ കടകളൊക്കെ ഇഷ്ടംപോലെ കടകളും വിൽക്കുന്ന കടകളും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ രസമുണ്ട് കടകൾ. ജൂയിഷ് സ്ട്രീറ്റിൻ്റെ അവിടെ നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യും. അപ്പം ഞാൻ ഇടയ്ക്ക് മ്യൂസിക്കൊക്കെ ഇടുന്നതിനേക്കാളും എളുപ്പം കാര്യങ്ങൾ ആൾക്കാർക്ക് സംസാരിക്കുന്നതാണ് ഇഷ്ടവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മ്യൂസിക്കിനൊക്കെ പകരം ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ. അപ്പം സ്ട്രീറ്റിലപ്പം പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറി വണ്ടി നേരെ വിട്ട് പാർക്കിംഗ് സ്റ്റേഷനിലോട്ട് പോവാണ്. പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാഹിബുമാരും ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അപ്പം നേരെ പോകും. നല്ല ചൂടുണ്ട്, വെളി ഇറങ്ങി നടന്നാൽ ഭയങ്കര ചൂടാണ്. അത് ജൂയിഷ് സ്ട്രീറ്റിൻ്റെ ബോർഡാണ് കാണുന്നത്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കാർ പാർക്കിംഗ് അങ്ങ് അറ്റത്താണ്. അപ്പോൾ കാർ പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ കാർ പാർക്കിംഗ്
അവിടെ എവിടെയാണെന്ന് അറിയാൻ ഒരു പാടാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പം പിന്നെയാണ് മനസ്സിലായി കാർ പാർക്കിംഗ് അവിടെ 60 രൂപയും കണ്ടാണ് ഇടുന്നതിന്. അപ്പോൾ നേരെ കാർ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. പോയിട്ട് അവിടെ വണ്ടി കൊണ്ട് നേരെ പാർക്ക് ചെയ്യാനായിട്ട് കയറ്റുകയാണ്. കയറ്റിയപ്പോൾ വണ്ടി പാർക്കിംഗ് ഇച്ചിരി ജോലി കാണും, ഭയങ്കര നിറച്ചും ആൾക്കാർ കിടപ്പുണ്ട് പാർക്കിങ്ങിൽ. ബസ്സിൻ്റെ ആയതുകൊണ്ട് നേരെ അവിടെ ചെന്നിട്ട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല ബുദ്ധിമുട്ടാണ് അവിടെ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് പോവാണ്. പോയതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയിട്ട് എത്തുള്ളൂ കേട്ടോ. നമ്മൾ അതാണ് കാര്യം. അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തില്ല. പാർക്ക് ചെയ്യാതെ നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോവുകയാണ്. പോയിട്ട് നേരെ അവിടെ അതാണ് നമ്മുടെ കസിൻസ് എല്ലാം അവിടുത്തെ നിൽക്കുമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അവിടെ പോയിട്ടാണ് ഈ തിരിച്ചു വരുന്നത്. അപ്പം ഇവിടെ ഈ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് കാരണം സ്ട്രീറ്റും ഭയങ്കര ജാം പോലെയാണ് കിടക്കുന്നത് കേട്ടോ. ഈ രണ്ട് സൈഡിലും കൺസ്ട്രക്ഷൻസ് ഇവിടെയൊക്കെ വന്നപ്പം പിന്നെയും റോഡ് ഭയങ്കര കുഞ്ഞായി വരികയാണ്. അപ്പോൾ എതിരെയൊക്കെ വണ്ടി വന്നാലൊക്കെ സൈഡ് കൊടുത്ത് കഷ്ടപ്പെട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇതാണ് ശരിക്കും ആക്ച്വലി കൊച്ചിൻ സ്ട്രീറ്റ് പലയിടത്തുള്ള സ്ട്രീറ്റിൻ്റെ സംഗതി. വലിപ്പമില്ല, ഭയങ്കര കുഞ്ഞായിരിക്കും. അപ്പം വളരെ സൂക്ഷിച്ച് നമുക്ക് അതിനകത്തൂടെ പോകാൻ പറ്റും. ബ്രോഡ്വേ ഒക്കെ അങ്ങനത്തെ കൊള്ളാം, പക്ഷേ ബാക്കി സ്ഥലങ്ങളെല്ലാം ഇതുപോലത്താണ്. അതുപോലെ മഴയൊക്കെ വന്നാൽ പലയിടത്തും വെള്ളം കയറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ഇപ്പം പിന്നെയും ചർച്ചസൊക്കെ ഉണ്ട്, വലിയ ചർച്ചസൊക്കെ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ വിട്ട് പിന്നെയും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്ട്രീറ്റ് പിന്നെയും കുഞ്ഞായി, കുറേ ആർട്ട് വർക്കിൻ്റെ കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പം എതിരെ വണ്ടികളെ കണ്ടില്ലേ, പാർക്ക് നമ്മൾ ഓടിക്കാനൊക്കെ നല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നിർത്തി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ലോകത്ത് എവിടെ ചെന്നാലും ഇതുപോലത്തെയാണ്, കൺജസ്റ്റഡ് പോലെയാണ്. എല്ലായിടവും അങ്ങനെയാണ്. ഇപ്പോൾ കോളത്താണെങ്കിലും അതിൻ്റെ അടുത്ത് വരുമ്പോൾ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു വഴിയാണ്. അതുപോലെ പലയിടത്തും ഇങ്ങനെ തായ്ലൻഡാണ്, ഇവിടെയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ വഴിയാണ്. ആ പഴയ ഒറിജിനാലിറ്റി കീപ്പപ്പ് ചെയ്യുന്നതല്ല, ഇത് പൊളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും ആൾക്കാർ കീപ്പപ്പ് ചെയ്യുന്നത്. അല്ല, ഇതിൽ പലതും വലിയ ബ്രാൻഡുള്ള ഹോട്ടൽസൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഫുഡിൻ്റെയൊക്കെ ചാർജും ഒക്കെ നല്ല കൂടുതലാണ്. പക്ഷേ ഫോറിനേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്ത് നമുക്ക് കൊള്ളാം, നമ്മളും കയറാറുണ്ട്. ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ചെറിയ വഴിയായി ചെന്നതിപ്പം ചാലയിൽ നമ്മളില്ല കണ്ണൂരോട്ട് പോണ വഴിയിലെല്ലാം അതുപോലത്തെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴികളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും സ്ഥലമില്ല. എതിരെ ഒരു വണ്ടി വന്നപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ പതുക്കെ സൈഡൊക്കെ കൊടുത്ത് പതുക്കെ കയറി. അപ്പം ഇങ്ങനത്തെ പോകുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ കറങ്ങാൻ പോകുമ്പോഴത്തേക്കിടാം. അപ്പം ഇപ്പോൾ ഈ ചൂടത്തൊക്കെ കാറാണ് നല്ലത്. ബൈക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടെടുക്കും. അതൊരു ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ പോകണമെങ്കിലും കാർ തന്നെയാണ് രക്ഷ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇലക്ഷൻ്റെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അവരുടെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ സൈക്കിൾ പോലുള്ള സാധനം കൊണ്ട് പോകുന്നുണ്ട്. ബൈക്കുകൾ പലരും ഇങ്ങനെ റോഡിലോട്ട് നോക്കാതെ കയറി വരുന്നവരുണ്ട്, നോക്കി കയറി വരുന്നവരുണ്ട്. അപ്പോൾ ബി കെയർഫുൾ ടു ഡ്രൈവ് ഇൻ സിറ്റീസ് ലൈക്ക് എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് ഇതുപോലത്തെ കൺജസ്റ്റഡ് ഏരിയകൾ, ഇപ്പോൾ ചാല പോലത്തെ, മണക്കാട് പോലെ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല കൺജസ്റ്റഡ് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എറണാകുളത്ത് കൂടുതൽ ഏരിയയിൽ ഇതുപോലത്തെ കൺജസ്റ്റഡ് സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ സ്ട്രീറ്റിനകത്തൂടെ പോകണം. അപ്പം എതിരെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ എന്തോ ഒരു ഫങ്ഷൻ പോലെ കണ്ടപ്പോൾ നമുക്ക് വണ്ടി കുറച്ച് നേരം നിർത്തിയിടേണ്ടി വരും. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്ട്രീറ്റിനെയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ എൻജോയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാര്യങ്ങളിലോട്ട് വരാം. അപ്പം ഇതിപ്പോൾ നമ്മൾ കണ്ട ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു സ്ട്രീറ്റിലൊക്കെ തിങ്ങിയ സ്ട്രീറ്റിലൊക്കെ കയറി പോകുമ്പോൾ ഇതേ എഫക്റ്റാണ് കാണുന്നത്. ഒരു വലതുവശത്ത് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട്, മറ്റേ ക്രിസ്ത്യൻ പള്ളി ഒന്ന് കഴിഞ്ഞ് 2-3 കഴിഞ്ഞ് അതിപ്പോൾ ഒരു മുസ്ലിം പള്ളി വലതുവശത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വഴി നോക്കിയിട്ട് നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞു നേരെ പോയി പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഈ സ്ട്രീറ്റ് വ്യൂ ഒക്കെ കാണാൻ രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ സ്ട്രീറ്റുകളിൽ കയറിയിട്ടേ വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നത് രസമാണ്. അവരുടെ ഓരോരുത്തരുടെയൊക്കെ ജനങ്ങളുടെ ആ ആക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അതേ സ്ട്രീറ്റ് കുറേ നേരമായി കേട്ടോ, ഇതുപോലെ ചെറിയ സ്ട്രീറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ നമ്മൾ നേരെ വന്ന്
അവിടെ വണ്ടി കൊണ്ട് ഇത് പാർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പന്തലെന്ന് പറഞ്ഞുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ് ഇത് അതിൻ്റെ പേര് ഈ മറ്റേ ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. ആർട്ട് ഗാലറി സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ ആർട്ട് ഗാലറിയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. ആ ഫുഡ് മാത്രം. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു നാടൻ ശൈലിയിലുള്ള ഫുഡൊന്നും കാണാനില്ല. അപ്പം നമ്മൾ അകത്തോട്ട് ഏതായാലും കയറി. ഇപ്പം വലതുവശം ഒരു ഷർട്ടിൻ്റെ കടയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ആർട്ട് ഗാലറിയിലോട്ട് കയറി. ആർട്ട് ഗാലറി ഒന്ന് കണ്ടു കളയാന്ന് പറഞ്ഞിട്ട് പന്തലെന്നാണ് ഇതിൻ്റെ പേര്. അപ്പം അകത്തോട്ട് കയറി. അപ്പോൾ ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ പല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊന്നും ഇപ്പോൾ ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സ്ഥലം ഉണ്ടെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആലോചിക്കാമെന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് ഗാലറികൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ നിൽപ്പുണ്ട് ഇതേപോലെയൊക്കെ. അപ്പം ഫുഡ് കഴിക്കണം എന്നുള്ള ഉദ്ദേശം വന്നതുകൊണ്ട് ഇവിടെ ഒരു ഓട്ടപ്രദർശനമേ നടത്തിയുള്ളൂ. കൂടുതലൊന്നും ഭയങ്കര ഭംഗിയായിട്ടൊന്നും കാണാൻ നിന്നില്ല. അത് വാട്ടർ കളർ പെയിൻ്റ് ഉണ്ട്, ഓയിൽ പെയിൻറ്റിങ് ഉണ്ട്, മറ്റേ ക്യാൻവാസ് ഉണ്ട്, അല്ലാത്തതുണ്ട്, പേപ്പർ പെയിൻറ്റിങ് ഉണ്ട്. കുറേ ടൈപ്പ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അതിൻ്റെ ക്ലോസപ്പാണ് ഞാൻ കൊടുത്തത്. അത് വാട്ടർ കളർ പെയിൻറ്റിങ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൊണ്ട് കണ്ടതുവഴി ഇങ്ങനെ നടക്കുകയാണ്. അപ്പം എൻ്റെ തൊട്ട് അത് പഴയ മോഡലിൽ തന്നെ ഫാനും അതെല്ലാം അതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓടിട്ടതും എല്ലാം കണ്ടില്ലേ, അതെല്ലാം അതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കും. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വലിയ പാടാണ് കേട്ടോ. ദ്രവിച്ച് പോവും, സാധനങ്ങളൊക്കെ ഇളകി വീഴും, അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഒരു ആർട്ട് വർക്ക് പോലത്തെ ഒരു സാധനം അവിടെ ഫ്രണ്ടിൽ മേശയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രസമുണ്ട് കാണാൻ. എന്നിട്ട് അവരുടെ ബേക്കറിയിലോട്ട് കയറി. അപ്പോൾ ആഹാര സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമുക്കപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ നല്ലതാണ് പിള്ളേരെല്ലാം കഴിക്കും, നമുക്ക് ഇതുപോലത്തെ ആവശ്യമില്ല. നമ്മൾ പിന്നെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും അവരുടെ മെനു ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു വേറെ ഫുഡ് പോയി കഴിക്കാം. ഇവിടെ തൽക്കാലം ഇവിടെ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. നല്ല ചൂടുണ്ട് കേട്ടോ. അവിടെ ഫാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോറിനേഴ്സൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് ആഹാരം. അപ്പം ഞങ്ങളവിടെ നിന്ന് ചെന്ന് ഞങ്ങൾക്കൊരു സീറ്റ് പിടിച്ച് ഞങ്ങൾ 6 പേരുണ്ട്. അപ്പം 2 പേര് ഞങ്ങൾ, 4 പേര് മറ്റേ കാറിൽ, അങ്ങനെയാണ്. അപ്പം അങ്ങനെ അവിടെ നല്ലൊരു ഗാർഡനൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, രസമുണ്ട്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ്റെ വ്യൂ ഒക്കെ കൊള്ളാം. വൈകിട്ടൊക്കെ വന്ന് ഇവിടെ ലാവിഷായിട്ട് ഇരുന്നിട്ടേ എല്ലാം കഴിക്കാൻ അങ്ങനത്തെയൊക്കെ നല്ല രസമാണ്. നല്ലൊരു മ്യൂസിക്കും ഇതിൻ്റെ കൂടെ ഇവർ പാടുന്നുണ്ട്, മ്യൂസിഷ്യൻ പാടുന്നുണ്ട്. അതും അതിൻ്റെ കൂടെ നല്ലൊരു ആംബിയൻസ് പോലെ ഉണ്ട്. നല്ല ആംബിയൻസ്. അപ്പോൾ ഇതാണ് അവരുടെ ഓലയൊക്കെ കെട്ടി പണ്ടത്തെ കൃഷിയിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓലയൊക്കെ കെട്ടിയിട്ട് ഇപ്പുറത്ത് കുറേ ഫോറിനേഴ്സൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം സാധനങ്ങൾക്കൊക്കെ നല്ല കോസ്റ്റാണ്, നോർമലിനേക്കാളൊക്കെ വില കൂടുതൽ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ടൈപ്പാണ് ഓർഡർ ചെയ്തത്. അപ്പം ഒരു മ്യൂസിക് ഒരാളിരുന്ന് അവിടെ നിന്ന് പാടുന്നുണ്ട്. ഇംഗ്ലീഷ് മ്യൂസിക്സാണ്. നമ്മളും എൻജോയബിളാണ്, കൊള്ളാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് വന്ന സ്ഥിതിക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ മേളെല്ലാം കണ്ടോ, ഇങ്ങനെ ഓടിട്ട പഴയ വീട്, 4 കെട്ട് പോലത്തെ വീട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അടിയൊക്കെ യൂറോപ്യൻ സ്റ്റൈലൂടെ ഉണ്ട്. രണ്ടും കൂടെ ബ്ലെൻഡാണിത്. ആ പാടുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്. ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മെനു ഒക്കെ ഇങ്ങനെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെനുവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ മാക്സിമം ആളെ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ പ്രിൻസിപ്പിൾ. കാരണം അധികം ഒരുപാട് റഷില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഈ സ്ഥലം ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതായതുകൊണ്ടാണ് എല്ലാവരും ലാവിഷായിട്ട് വന്നവിടെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ഇരുന്ന് പിന്നെ ഈ സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി അവിടെ ബുക്ക് ചെയ്തു, പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ എന്നിട്ട് ഫുഡിന് പറയാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ചുറ്റുമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അവരുടെ മെനു എല്ലാം ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് അവരുടെ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് ഒന്ന് പോവാണ്. അപ്പോൾ അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മിൽക്ക് ഷേക്ക്, അങ്ങനത്തെ ഫ്രൂട്ട് ജ്യൂസുകൾ, സലാഡുകൾ, ബർഗറുകൾ, അങ്ങനത്തെയൊക്കെയാണ്. അപ്പം നമ്മളിതൊന്നും അങ്ങനത്തെ കൂടുതൽ കഴിക്കില്ല. ടേസ്റ്റാണെങ്കിൽ എല്ലാം കഴിക്കും, എന്നാലും ഇതൊക്കെ കൂടുതൽ എപ്പോഴും കഴിക്കാനായിട്ട് തോന്നില്ല. അങ്ങനെ അവിടുത്തെ രസങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കൊച്ചിയിലൊരു ഉച്ചയ്ക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അപ്പോൾ എന്നിട്ട് ഫുഡ് കൊണ്ടുവന്നു. നല്ല ഫുഡായിരുന്നു. സലാഡൊക്കെയാണ്, നല്ല ഗ്രീൻ സലാഡ്, അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി.
പുറത്തിറങ്ങിയിട്ട് നേരെ നമ്മൾ ആ ജ്യൂസ് സ്ട്രീറ്റിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ചുറ്റും കൊച്ചു കൊച്ചു കടകളുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ലോകത്ത് എവിടെ ചെന്നാലും എല്ലാം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഈ വളകൾ കൊച്ചു കൊച്ചു ഫാൻസി സ്റ്റോഴ്സ് പോലെ അങ്ങനത്തെ കടകളൊക്കെയാണ് അത്രയും സൈഡിലുള്ളത്. അപ്പോൾ അതിനെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ നടക്കുകയാണ്. നല്ല വെയിലാണ്, സൈഡിൽ തണൽ പിടിച്ചാണ് നടക്കുന്നത്. കുടയൊന്നും എടുത്തില്ല. കുടയുണ്ട് വണ്ടിയിൽ, പക്ഷേ എടുത്തില്ല. കുടയും നമ്മുടെ മൊബൈലും കൂടെ കൊണ്ടുവച്ചിട്ട് ചെയ്യാൻ പാടാണ്. ഇഷാൽ ആർട്സ് എംപോറിയം, പിന്നെ ഒരു മലബാർ സാരി ഹൗസ്, പിന്നെ അങ്ങനെ പോകുന്നു. മേശൽ, അപ്പോൾ എല്ലാം ഈ ആർട്ട് വർക്ക് ഉള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ തന്നെ അകത്തോട്ട് വരും. നമ്മൾ നേരെ അങ്ങനെ കമത്ത് റെസ്റ്റ്, അതാണ് കമത്ത് ആൻഡ് കമത്ത് എന്ന് വെച്ചിട്ട് നമ്മുടെ സിനിമയിൽ വന്നില്ല, അതുപോലത്തെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ അതിൻ്റെ ജൂ ടൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കണം. അപ്പോൾ അതിൻ്റെ ബോർഡാണ്. അതെല്ലാം നരച്ചൊക്കെ തുടങ്ങി, നേരത്തെ വെച്ച ബോർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വെയിലാണ്, നിങ്ങൾ കണ്ടാൽ അറിയും. അപ്പോൾ റൈറ്റ് സൈഡിലെ തണൽ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കടകളിലൊക്കെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നേരത്തെ കാണാത്ത. അപ്പോൾ എൻജോയ് ചെയ്യാൻ ഇപ്പോഴും ഈ വെയിലത്തും ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ കൂടെ ആണെന്ന് തോന്നുന്നു ആൾക്കാർ നടക്കുന്നത്. നമ്മുടെ ജൂ ടൗൺ. അപ്പം അങ്ങനെ ജൂ ടൗൺ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജൂതന്മാർ പണ്ട് താമസിച്ചിരുന്ന ഏരിയയാണ്. പിന്നെ അവരുടെ സെമിത്തേരിയും അതൊക്കെ ഉണ്ട്, അങ്ങനത്തെ എല്ലാ സൈഡിലെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും ടൈം ആണെങ്കിലും അവിടെ ഒന്നും പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇത് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ലീൻസ് കണ്ട എല്ലാം ഈ കുറേ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പഴയ ആ സാധനങ്ങളെല്ലാം കൂടുതൽ ഉണ്ട്. പഴയ സാധനങ്ങളും അങ്ങനത്തെ എല്ലാം കൂടുതലും ഉണ്ട്. അത് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഓരോന്ന് നോക്കിക്കൊണ്ട് പോകണം. പണ്ടത്തെ സാധനങ്ങളും എല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ. ഒരു ഉരുളിയൊക്കെ ഞങ്ങൾ വലിയൊരു ഉരുളി ഇരിക്കണം. അത് ചോദിച്ചപ്പോൾ അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാന്ന് തോന്നി. 40 ലക്ഷം രൂപയാണ് അവരുദ്ദേശിക്കുന്നത് വില. അതൊന്നും പെട്ടെന്നൊന്നും പോകില്ല, ഇരുന്നിട്ട് പോകുമായിരിക്കും. പക്ഷെ അവരാ കാണിക്കാൻ കൂടെ ആയിരിക്കും അത് സ്ഥിരമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോരോ കടകളുടെ വീഡിയോ എടുത്തിട്ട് പഴയ സാധനങ്ങളും ആൻറ്റിക് സാധനങ്ങളും അതുപോലെ തന്നെ രസമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്ന് ആ നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ശരിക്കും എറണാകുളം ചുമ്മാ ഒന്ന് സിറ്റിയിൽ ഇറങ്ങിയിട്ട് പോകുന്നവർക്ക് അറിയാൻ പോലും പറ്റില്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നൊരു 50-60 പ്രാവശ്യമൊന്നും അല്ല, അതിൽ കൂടുതൽ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേസൊന്നും ഞാൻ ഓൺലൈനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ടിട്ടുമില്ല. അപ്പം ഞാനങ്ങനെ പോയപ്പോൾ കാണാം ഇടതുവശത്തിൽ നമ്മുടെ പഴയ സോഡ, ഗോലിയുള്ള സോഡ ഇരിക്കുന്നത് ഉണ്ട്. അപ്പോൾ അത് രസം എനിക്ക് തോന്നി. കളർ സോഡയും, ഞാൻ ഈ കളറൊന്നും കുടിക്കില്ല. അപ്പോൾ കളർ സോഡ അങ്ങനെ. അപ്പോൾ അത് ഗോലിയുള്ളത് ഒരു പ്ലെയിൻ സോഡ ഉണ്ടപ്പോൾ എനിക്ക് രസം തോന്നിച്ച് ഞാൻ അവിടെ അങ്ങോട്ട് ചുമ്മാ അവിടെ ചെന്നപ്പോഴത്തേക്കും കാണാം. അപ്പോൾ അവിടെ ഇതുപോലെ സാധനങ്ങളൊക്കെ ആർട്ട് ഗാലറിയൊക്കെയാണ് ബാക്കിൽ. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. ഫ്രണ്ടിലിരിക്കുന്ന ഈ സോഡ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ഗോലി സോഡ കണ്ടിട്ട് അങ്ങോട്ട് കയറിയത്. എന്നിട്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്കൊരു സോഡ തരാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ കളറില്ലാത്ത ടൈപ്പ് ജിഞ്ചർ സോഡ പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിന് അവിടെ കോഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട അത് പഴയ ടൈപ്പ് ഇതാണ്, ആ സാധനമാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ട് അട്രാക്റ്റീവ് ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചാടി. അപ്പോൾ ഇവർ ഫ്രഷായിട്ടുള്ളൊരു കോഫി പൗഡറുണ്ട് ഇവരുടെ തന്നെ, നല്ലതാണ്. അത് വളരെ ഏറ്റവും ഫൈനസ്റ്റ് കോഫീസ് ഇൻ വേൾഡ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇപ്പോൾ എടുക്കുമ്പോൾ ഇപ്പം എനിക്ക് ഒരുപാട് തണുപ്പ് അധികം കഴിക്കുന്ന ഇഷ്ടം, അതായത് തണുപ്പ് തൊണ്ട ഒരുമാതിരിയാവും. ഞാനതൊന്ന് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വാങ്ങിച്ചു, പൊട്ടിച്ചു. അപ്പോൾ എനിക്ക് പൊട്ടിക്കാനായിട്ട് ഈ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ചേട്ടൻ്റെ അടുത്ത് തന്നെ പൊട്ടിച്ച് തരാൻ പറഞ്ഞു, പൊട്ടിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് പിള്ളേർക്കെല്ലാം അവർ ഭയങ്കര ആങ്സൈറ്റി, കാരണം അത് രസമാണ്. അതവർ പൊട്ടിക്കേണ്ട വിധം എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ഇത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഞാൻ ഇങ്ങോട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചുമ്മാ നോക്കിയപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഒന്ന് കടയൊക്കെ ഒന്ന് വീഡിയോയിലൊക്കെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ എടുക്കാമല്ലോ എന്ന് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് അവർ കട മൊത്തം കാണുന്ന രീതിയിൽ എടുക്കാനായിട്ട് വെളിയിൽ മറ്റേ സൈഡിലോട്ട് പോയി. മറ്റേ സൈഡിലോട്ട് പോയതിന് ശേഷം നേരെ കടയുടെ ബോർഡ് കണക്കൊക്കെ അകത്തോട്ട് തന്നെ കയറിയപ്പോഴത്തേക്ക് മറ്റേവരൊക്കെ സോഡയൊക്കെ കുടിച്ചിട്ട് സ്ഥലം വിട്ടു. അപ്പോൾ അതിനകത്തോട്ട് കയറി. യൂസുഫ് എന്നാണ് പറഞ്ഞാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഇവിടെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇത് വലതുവശം എഴുതിയിട്ടുണ്ട്, നോ ആൽക്കഹോളിക് ഡേ എന്നും വേണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം, ആ ഒരു ഐഡിയ. ആ ബോർഡ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. വി ഷുഡ് ഹാവ് എ നോ ആൽക്കഹോളിക് ഡേ.
യൂസഫ് ഗാലറി, അത് തന്നെ യൂസഫ് ഗാലറി. ഇത് സെൻറ്റ് സ്പ്രേ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആൽക്കഹോളിക് ഡേ. അത് രസമുണ്ട് ആ കൺസെപ്റ്റ്. അപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്, വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പുള്ളിക്ക് രസമുണ്ട്. പുള്ളി ഇപ്പം പിന്നെ എൻകറേജ് ചെയ്തു ഒന്ന് എടുക്കാനൊക്കെ. അപ്പോൾ ഈ സാൻഡൽ സോപ്പ്, ഞാൻ സോപ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാൻ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ബ്ലൂ കളറിലൊന്ന് കിടപ്പുണ്ട്. അതിന് വില ചോദിച്ചപ്പോൾ 5000 രൂപ. വാട്ടർ കളർ പെയിൻറ്റിങ്ങും എല്ലാം ഉണ്ട്. കുറേ ഇവിടെ ഇവർക്ക് ആർട്ടിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് കൊടുത്തിട്ട് വരച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കമ്മീഷൻ കിട്ടുമായിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സെറ്റപ്പ് നിറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗാലറി അകത്തോട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ ഗാലറി എന്ന്. ഇപ്പം നമ്മൾ പിന്നെയും അകത്തോട്ട് അതാണ് കോഫി എടുത്ത് കാണിക്കുകയാണ്. ഫൈനസ്റ്റ് കോഫിയാണ് അത്. ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്, ഫുള്ളി ഓർഗാനിക്കാണ്, അത് അങ്ങനെ വളർത്തുന്നതാണെന്നൊക്കെ പറയും. അപ്പം കോഫി വാങ്ങിച്ചില്ല, കോഫി ഞാൻ കുടിക്കാത്തതുകൊണ്ട്. അപ്പം ഇതാണ് കക്ഷി. അപ്പോൾ ഇതാണ് എൻ്റെ ഉടമസ്ഥൻ. ഒരു 10-40 വർഷമായെന്ന് പറഞ്ഞു. ആ മേളിൽ കാണുന്ന ആ ലെഫ്റ്റ് ബ്ലൂ ആണ് പറഞ്ഞത്. അത് 5000 രൂപ അടുപ്പിച്ച് വരും. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം അകത്തോട്ട് പോയിട്ട് മ്യൂറൽ പെയിൻറ്റിങ് കുറേ സാധനമുണ്ട് ഇവിടെ. ഇവർ തടിയിലുണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് ബാക്കിൽ. ഇവരുടെ സ്വന്തം വർക്ക്ഷോപ്പാണ്. അതിൽ പല സാധനങ്ങളുണ്ട്. നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വള്ളം കണ്ട. ഇത് പഴയ വള്ളവും കൊണ്ട് പൊക്കിക്കൊണ്ട് ഇവിടെ വെച്ചതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ പല സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ തുടങ്ങുന്നുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ന് ആശാരിമാർ അടിക്കുന്ന സൗണ്ട്, ടക്ക് 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 എന്ന് അടിക്കിൻ്റെ തടിയിൽ. അത് ഈ ഡോറും എവിടെ നിന്നോ കൊണ്ടുവന്ന പഴയ ഡോറാണ്, വിൽക്കാട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. പഴയ പള്ളിയിലേക്കുള്ള വലിയ ആർച്ച് ഡോറ് പോലത്തെ അങ്ങനത്തെ ഒരു സാധനമാണ് ആയിരിക്കുന്നത്. അപ്പോൾ അത് രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഭയങ്കര കോസ്റ്റാവും. ഞാൻ അതിൻ്റെ വിലയൊന്നും ചോദിച്ചില്ല, നല്ല കോസ്റ്റാവും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അകത്തോട്ട് പോയി. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറേ സമയം പോകും. ഞങ്ങളിപ്പോൾ വന്നിട്ട് തന്നെ ഏകദേശം 4 മണിക്കൂർ വരെ ഇവിടെ കറങ്ങി. നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് സ്ഥലം. കുറേ കാണാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, പരിചയപ്പെടാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നേരെ പോകണം. അപ്പം അവർ ഈ ആശാരിമാരുന്നത് ചെയ്യുന്നതൊക്കെ കാണുന്നവരെ ഞാൻ അകത്തോട്ട് പോയി. ഒരു കൽവിളക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഒറിജിനലാണോ ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും ചിലതൊക്കെ വളരെ പഴയതാണെന്ന് തോന്നുന്നു, ചിലതൊന്നും അങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അതിൻ്റെ ആൾക്കാരവിടെ നിന്ന് പണിയുന്നുണ്ടോ, ആ പണി ഇത് ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശാരിമാർ അവിടെ നിന്ന് പണിത് രസമുണ്ട്. അപ്പം ഞാനവിടെ കുറച്ച് സമയം നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ചുമ്മാ നോക്കി. ഓരോ കഥകളും വിൻഡോസൊക്കെ ഉണ്ടായി. പിന്നെ മുമ്പാരെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു പുതിയത് ചെയ്തിട്ട് പഴയതാക്കാൻ വേണ്ടിയുള്ള മോഡലുകളൊക്കെ ചെയ്ത് വയ്ക്കുമെന്ന്. ചിലതൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നും, ചിലതൊന്നും അങ്ങനെ. ഇത് കണ്ടോ, ഒരു വെള്ളം ദേവി വിടുന്ന യന്ത്രം പോലത്തെയാണ്. പിന്നെ കഥകളെല്ലാം കാണുന്നുണ്ട് അങ്ങനെ. അപ്പം ഒരു ദിവസത്തിൽ വെള്ളം 1-2 വെള്ളങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതെല്ലാം ഞാൻ കണ്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങിയാണ്. അപ്പം പുള്ളി പറഞ്ഞ കൊള്ളാം, എപ്പോൾ വരുമെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസത്തിനകത്ത് ഇടും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എടുത്തിട്ട് 2-3 ദിവസമായി. വോയിസ് ഓവറുടെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇതെല്ലാം കണ്ട് നേരെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, വെറൈറ്റി സാധനങ്ങളുണ്ട് കാണാനായിട്ട്. നല്ല എൻജോയിങ്ങുള്ളതാണ്. സമയം പോകും കേട്ടോ. കുറച്ചുകൂടെ വൈകിട്ടൊക്കെ വന്നാൽ കുറച്ചുകൂടെ രസമായിരിക്കും. പക്ഷേ വീഡിയോ എടുക്കാൻ വൈകിട്ട് പാടാം. അതുകൊണ്ടാണ് ഈ ടൈം തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഒരു സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതും പഴയ സാധനങ്ങളെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റീയൂണിയൻ ചെയ്തുമൊക്കെ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് പുള്ളിയുടെ കിച്ചൺസിൻ്റെ ഏരിയ തന്നെ നേരെ കടയുടെ വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഇനി വരുമ്പോൾ കാണാം പഴയ ഹിസ്റ്ററികളും കാര്യങ്ങളും. പറഞ്ഞ് പുള്ളിയുടെ റിലേറ്റീവ്സ് ഒരാളിവിടെ ട്രിവാൻഡ്രത്ത് ഇതുപോലെ കടയിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കണ്ട് ഓക്കെ നമുക്ക് ഇനിയും വന്ന് കാണാം എന്ന് പറഞ്ഞു. നല്ല നൈസ്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒന്നുകൂടെ വീഡിയോസ് ഫോട്ടോ കവറേജ് എല്ലാം ഒന്നുകൂടെ എടുക്കുകയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അപ്പോൾ ഇത് ഈ പെയിൻറ്റിങ്സൊക്കെ പുള്ളി എടുത്ത് കാണിച്ചത് വാട്ടർ കളർ പേപ്പറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, കട്ടി പേപ്പറിൽ. 500 രൂപ തൊട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. 500 രൂപ. നമ്മളിത് വാങ്ങിച്ച് അല്ലെങ്കിൽ അവർ ഫ്രെയിം ചെയ്ത് തരും. പല ടൈപ്പ് വീഡിയോ, പല ടൈപ്പ് ഫോട്ടോസുണ്ട്, രസമുണ്ട്. ഫോട്ടോസല്ല, പെയിൻറ്റിങ്സ്, ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇത് മറ്റേ കോപ്പിയൊന്നുമല്ല, ഒറിജിനലായിട്ട് തന്നെ വരച്ചിരിക്കുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് സിസി. 500 രൂപ ഉള്ളൂ, 500 രൂപയൊക്കെ ഉള്ളൂ. കണ്ട അതൊക്കെ രസമുണ്ട് കാണാൻ. ഓട്ടോ പിന്നെ വള്ളത്തിൽ ആൾക്കാർ കയറി പോകുന്നത്, അങ്ങനെ കുറേ ആനകളുടെ അല്ല, ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ്, കാണാൻ കൊള്ളാം. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓൾറെഡി വലിയ പാടാണ്.
ഇതും നല്ല രസമുണ്ട്. അത് ഞാൻ എടുത്ത് കയ്യിൽ കണ്ടത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം വാട്ടർ കളർ പെയിൻറ്റിങ്സാണ്. അപ്പം ഇവിടെ ചേട്ടൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടും സാധനങ്ങൾ. അപ്പം പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ഇതുപോലത്തെ എല്ലാം ഡീറ്റെയിൽസും കാണിച്ചു തരും. നല്ലതാണ്. നല്ല സംസാരിക്കാനും എല്ലാം നല്ല കമ്പനി ആവാനൊക്കെ പറ്റിയ ആൾ. അപ്പം ഞാനങ്ങനെ ഇവിടെ പിന്നെ ഒന്നുകൂടെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം പിന്നെ ഈ സോഡ അത് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നതാണ്, ഇവിടെ അടുത്തുള്ളത് തന്നെ കൊണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അല്ല, പുള്ളി ഇവിടെ അടുത്ത് മാനുഫാക്ചറിങ് ഒരു സ്ഥലമുണ്ട്, അവിടെ വന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അപ്പോൾ ഹെറിറ്റേജ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അവിടോട്ട് ചെന്നു. അവിടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തുള്ളൂ. അപ്പോൾ ഇത് ആ ഉരുളിയാണ് ഞാൻ പറഞ്ഞത്. 40 ലക്ഷം രൂപ ഒരു ആമയുടെയൊക്കെ ഉണ്ട്. അപ്പോൾ പലരൊക്കെ പറയും ആമ വെട്ടി വെച്ചാൽ എല്ലാ കാര്യങ്ങളും എഴയും പോലെ ആവുന്നു എന്നൊക്കെ. ഇതൊക്കെ എന്തെല്ലാം കേൾക്കുന്നത്. ഇതൊന്നും ആക്ച്വലി ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ആമ വെച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെ മുഴുവൻ എഴയേണ്ടതാണ്. വലിയ ആമയാണ് വെച്ചിരിക്കുന്നത്, ചെറുതുമല്ല. അപ്പോൾ അങ്ങനെ നേരെ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പം 2 സൈഡിൽ ഇതുപോലത്തെ പല ജ്യൂസിൻ്റെ ചിഹ്നമാണ് ആ സ്റ്റാർ പോലത്തത്. പല കടകൾ, ഇങ്ങനെ കൊച്ചു കൊച്ചു കടകളുണ്ട്. അടുത്ത് വേറൊന്നുണ്ട്, അവിടെ ഒരു ബാറും പൈനും എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ജിഞ്ചർ ഹൗസ് എന്ന് പറയാം, മ്യൂസിയം ഹോട്ടൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് നിറച്ച് കാണാനുണ്ട്. അപ്പോൾ അവിടെ ഇനി കയറുന്നുണ്ട്. ഇപ്പോഴല്ല, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കയറാമെന്ന് വിചാരിച്ചിട്ട് ജൂ പള്ളി കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ നടക്കും. നല്ല ചൂടാട്ടോ. അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാണ്. അപ്പോൾ ആൻറ്റിക് ഷോപ്പ് അങ്ങനെ ഇവിടെ രസമുണ്ട് കാണാൻ. തിരിച്ചു വരുമ്പോൾ കാണാം. ഇതുവഴി കയറി ഇരുന്നാൽ നമുക്ക് അപ്പുറത്ത് ഷിപ്പ് കിടക്കുന്നതൊക്കെ കാണാം. അതും കൊള്ളാൻ രസമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കുറച്ച് വന്നു. ഷെറാട്ടോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പെർഫ്യൂംസ് അങ്ങനത്തെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ടാണ് ജൂ സ്ട്രീറ്റിലോട്ട് തിരിയുന്നത്. ജ്യൂസ് പള്ളി കാണുന്നുണ്ട്. ജൂതന്മാർ പണ്ട് ചെയ്ത പള്ളിയാണ്. അപ്പോൾ അവിടെ മറ്റേ നമ്മുടെ ഇസ്രായേലിലെ കൊടിയിൽ കാണുന്ന സ്റ്റാറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പലർക്കും അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കവിടെ മനസ്സിലായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് കഴിയുന്നതും നമ്മളിത് ഈ തണൽ പിടിച്ചാണ് നടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇപ്പോൾ ഈ ഏപ്രിൽ 21 ദിവസം ആ ഡേറ്റ് 2024. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് നേരെ കംപ്ലീറ്റ് ഓരോ കട ഉണ്ട്. ഡി കാശ്മീർ, പാരഡൈസ്. ഇപ്പോൾ ഇതങ്ങനെ അതിൽ നോക്കി നേരെ ഇങ്ങോട്ട് വന്ന് തിരിച്ചു. അപ്പോൾ ഇനി നേരെ പോകണം. നേരെ കിടക്കുന്ന നേരെ കാണുന്നതാണ് ആ പള്ളി. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ട് 2 സൈഡിൽ ഇങ്ങനത്തെ ഇതുപോലെ പല ആർട്ടിക്കിൾസും കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നടന്നും ഇപ്പോൾ ഈ ഇടതുവശത്തൊരു ഒരു ഹോട്ടലുണ്ട്, അത് രസമുണ്ട്. പോസ്റ്റ് കാർഡ് എല്ലാം എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ബ്രാൻഡായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ആൻറ്റിക് ബിൽഡിങ്സാണ് കേട്ടോ. പഴയ നമ്മുടെ ഹെറിറ്റേജ് ഹോംസ് എന്ന് പറയുന്നതാണ്, ഹെറിറ്റേജ് ബിൽഡിങ്ങുകളാണ്. അത് എനിക്ക് തോന്നുന്നു ഡിമോളിഷ് ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ തന്നെ ഇതേ സാധനം അബ്രയിലൊക്കെ നമുക്ക് ദുബൈയിൽ കാണാൻ പറ്റും. ഇതുപോലെ പല രാജ്യങ്ങളിലും കാണാം. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ അതേപോലെ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് ഏകദേശം തോന്നുന്നത്. കോളത്തും ഇതുപോലത്തെ സ്ട്രീറ്റുണ്ട്. ഈ ആൾക്കാർ വിൽക്കുന്നതും ഇതുപോലത്തെ സ്ട്രീറ്റുകളൊക്കെ കോളത്തുമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സെയിം പ്രോട്ടോട്ടൈപ്പ് പഴയ ടൈപ്പ് ഒരു വിളക്ക്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട്. പഴയതായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ പള്ളിയുടെ അങ്ങോട്ട് ജ്യൂസ് പള്ളിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതുപോലെ ഹോട്ടൽസും ഉണ്ട്. ഇതുപോലത്തെ ഈ ആൻറ്റിക് ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ സാധാരണ ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നൊന്നും ഇങ്ങനെ നമ്മളൊന്നും വാങ്ങിക്കാറില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ സാധനങ്ങൾ കയ്യിരിപ്പുള്ളതുകൊണ്ടേ കൂടുതൽ എന്തിനാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതെന്നും ഒരിതുണ്ട്. പലരും ഇതുപോലത്തെ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഫോട്ടോഗ്രാഫി അവർ പർദ്ദയൊക്കെ ഇട്ട് ഒരാൾ പോകുന്നു, പർദ്ദ ഇട്ടൊരാളും പിന്നെ കൂടെ ഒരു അറബി പോലെ ഇരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ ആ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. പള്ളി എത്താറായി. ഇടതുവശത്ത് ഒരാളിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച് കാണാവുന്ന ആളാണ്, കടയിലെ ആളാണ്. ഇതാ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ആ ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടൽ അതിൻ്റെ ആ സെറ്റപ്പൊക്കെ രസമുണ്ട്. ആ ഫ്രണ്ടിലെ ബോർഡൊക്കെ ഒരുതരം ഒരു മറ്റേ ഇതെടുത്ത് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ആ രസമുണ്ട്. അതിനകത്തോട്ടൊന്ന് പീപ്പ് ചെയ്ത് നോക്കി. അത് അങ്ങനെയാണ്. അപ്പം അവിടെ അത് അതിൻ്റെ ബാഗാണ് ഇതല്ല, ദി പോസ്റ്റ് കാർഡ് കണ്ട ഹോട്ടൽ. ഇതെനിക്ക് തോന്നുന്നു ബ്രാൻഡഡ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതിൽ കയറിയില്ല. അപ്പോൾ എന്താ ഇങ്ങനെ നമ്മൾ നോക്കാം. ഇപ്പം ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുകയാണ്. എത്ര വർഷം പഴക്കമുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം അപ്പോൾ ഇത് വളരെ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇനി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചീത്തയായി പോവും, അല്ലെങ്കിൽ അത് ഒരുമാതിരി ആയി പോവും. നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ് എല്ലാത്തിനും. ഇപ്പം മദാമാരും സൈബന്മാരും പിന്നെ അതുപോലെ തന്നെ വേറെ ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലുള്ള പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെയും മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയിട്ട് നേരെ ജ്യൂസിൻ്റെ സ്ട്രീറ്റ് എത്താറായി. ഇല്ല, ജ്യൂസ് സ്ട്രീറ്റ് ഇല്ല, സോറി, ഇത് ഈ പള്ളി എത്താറായി. പള്ളിയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം കടകൾ ഇതുപോലെ പലരും ഷർട്ടിൻ്റെയൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടയും കൊള്ളാം, രസമുണ്ട്. അവരുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല ഫ്രണ്ടിൽ അതെല്ലാം കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പഴയ സാധനങ്ങളും പഴയ പല ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൻറ്റിക്കാണോ ഒറിജിനൽ ആൻറ്റിക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർബൺ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് കാർബൺ ലൈഫൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലല്ല. കഴിയുന്നതൊന്നും ആകെ നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കാണുന്നത് തന്നെയാണ് ജീസസിൻ്റെ പള്ളി. വളരെ പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ അതിലൊരു ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് സമയം കാണിക്കുന്നുണ്ട്. ഏകദേശം 12 മണി ആ ടൈം തന്നെ. അപ്പോൾ അവിടെ കയറുന്നതിന് ടിക്കറ്റ് ഉണ്ട്. 10 രൂപ കണ്ടുള്ളൂ. ചുമ്മാ കയറി കാണാം അങ്ങനെ നിലയിൽ. അപ്പം നേരെ പള്ളിക്കകത്തോട്ട് നമ്മൾ കയറാണ്. ജ്യൂസിൻ്റെ പള്ളി ആദ്യമായിട്ടാണ് ഒരു ജ്യൂയുടെ പള്ളിയിൽ പോകുന്നത്. വേറെ കാണാനായിട്ട് നോക്കാനായിട്ട് കയറുന്നത്. അപ്പം അവരുടെ ആ ഒരു ഭാഷയും അത് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവർ പലരും ഫോട്ടോഷൂട്ടൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഓടിച്ചിട്ടും ചാടിച്ചിട്ടും ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നേരെ ഇവിടെ വരുമ്പോൾ അത്ര വെയിലില്ല. ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ട്രീറ്റായതുകൊണ്ട് അല്ല. ഇതാണ് ഇസ്രായേലിൻ്റെ മറ്റേ ഫ്ലാഗിൽ കാണുന്ന ചിഹ്നം. ബിൽഡിൻ 1568 കേട്ടോ. നമ്മളിപ്പോൾ ആണെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റൈൽ ഇംഗ്ലീഷിലൊക്കെ എഴുതിയേനെ കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര 700 വർഷം 700 ആയില്ല, അത്രയും ഏകദേശം അത്രയും നല്ല ഓൾഡാണ്. അതിനകത്തോട്ട് കയറി. അപ്പോൾ ഉണ്ട് 1949 കുറച്ച് മോഡൽസ് ഫോട്ടോസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ അവരുടെ പഴയ ഹിസ്റ്ററിയൊക്കെയാണ് ഇതിനകത്ത്. എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരൊക്കെയാണ് മഹാരാജാവ് അവിടെ അനുവാദം കൊടുത്തത്, ജഡ്ജിമാർ വന്നത്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം പലതും വരപ്പാണ്, ഒറിജിനലാണോ എന്നറിയത്തില്ല. ആരും പറഞ്ഞു തരാനൊന്നും അവിടെ ഇല്ല. ഏതായാലും ഇങ്ങനെ ഇപ്പം അവരെ കടലിൽ വെച്ച് തടഞ്ഞതും പിന്നെ അനുവാദം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിരിക്കുന്നത്. പോർട്ടുഗീസ് എന്ന് പറഞ്ഞാൽ പറങ്കികൾ എന്നവർക്ക് പറഞ്ഞിട്ട് നമ്മൾ പറങ്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഇതുവരെ വന്ന വഴിയും അതിൻ്റെ കാര്യങ്ങളും കപ്പലിൽ കയറി വന്നതും പിന്നെ അനുവാദം കൊടുത്തതും അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഈ പിക്ചേഴ്സാണ് ഈ ഇരിക്കുന്നത്. വരപ്പാണെന്ന് തോന്നുന്നു, ഫോട്ടോസാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അത് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രസമുണ്ട് കാണാൻ. അത് കണ്ട അത് ഇസ്രായേലിൻ്റെ മറ്റേ ജ്യൂസിൻ്റെ ആ ഒരു ചിഹ്നമാണ്. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് തോറ കാണാം. തോറ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മതഗ്രന്ഥമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. നല്ല ഓൾഡ് മോഡലായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ സ്റ്റൈൽ തന്നെയൊക്കെ വേറെയാണ്. ചിലപ്പം ഈ ലൈറ്റ്സൊക്കെ മാറ്റിയതായിരിക്കും. പുതിയ മോഡൽ ഇതിന് അനുയോജ്യമായ ലൈറ്റുകളൊക്കെ കെട്ടി തൂക്കിയതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്ലാഷ് ലൈറ്റ് അടിക്കരുതെന്നാണ്. കാരണം അവർക്കൊരു ശല്യമാവരുതെന്നാണ്. അല്ലാതെ കുഴപ്പമില്ല, ക്യാമറ കൊണ്ടുപോകാനൊന്നും പാടില്ല, ബുദ്ധിമുട്ടില്ല. പള്ളിയിലകത്തോട്ട് കയറിയാണ്. അപ്പോൾ രസമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ. അന്നാളൊരു കല്യാണത്തിന് കയറിയുണ്ട്, പിന്നെ കയറിയില്ല. അവിടെ പ്രാർത്ഥനയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ഈ സമയത്തില്ലെന്ന് തോന്നുന്നു. അപ്പം കണ്ടോ, കീപ് സൈലൻസ്. എന്നിട്ട് നേരെ അകത്തോട്ട് കയറി. അപ്പോൾ രസമുണ്ട് കാണാൻ സംഭവം. അപ്പോൾ
സൈഡിലൊക്കെ നമ്മൾ നടന്ന കൂടെ വൈഫും കസിനൊക്കെ അവിടെ ഇരുന്നു. അപ്പം ഇത് ഇനി ആ മേടി തുറഞ്ഞ തോറയിൽ അവിടെ അതിലെഴുതിയ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു ആ തൂക്കിയിരിക്കുന്നത്. പിന്നെ അപ്പോൾ അവിടെ ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇനി മൊബൈലൊക്കെ ഇവിടെ എടുക്കാൻ സമയം. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, അതിനകത്തെല്ലാം കയറി ഷൂട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ എനിക്കൊന്ന് കൂടുതലാളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു അലങ്കാരപ്രായിട്ടാണ് ഇത് കണ്ടിട്ടെല്ലാം നല്ല പുതിയ പോലെ ഇരിക്കുന്നു. പുതിയത് എടുത്തിട്ടാണോ പഴയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും സംഭവ രസമുണ്ട്. ചെറുതാണ് കാര്യം, എന്നാലും നമുക്കവിടെ അവിടുത്തെ ഒരു ഹിസ്റ്ററിയും പണ്ട് ഇവർ വന്നതും നമ്മുടെ പോർട്ടുഗീസുകാരിവിടെ വന്നതും നമ്മളെ ആക്രമിച്ചത്, പിന്നെ അത് കഴിഞ്ഞൊരു കമ്പനി ആയതും അങ്ങനത്തെ എല്ലാം ഹിസ്റ്ററികളൊക്കെ നമ്മൾക്ക് ഓർമ്മ വരും. അതിൽ നിന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്. പിന്നെ ജ്യൂസിൻ്റെ അവരുടെ വന്നതിൻ്റെ ഹിസ്റ്ററി അങ്ങനത്തെയൊക്കെ ഭയങ്കര രസമുള്ളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ വീഡിയോൻ്റെ പിന്നെ എടുക്കുകയാണ്, ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനെന്ന് പറഞ്ഞാൽ കൂടുതൽ കാണുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മൾ ടക്ക് എടുത്തു പോകാതെ ഒരുപാട് ഇങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്ത് അവിടെ പോയൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ കയറ്റുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ പോയിരുന്നായിട്ടും അത് കണ്ടായിട്ടൊക്കെ ഒരു രസം തോന്നും. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കൊച്ചു പീസായിട്ടൊക്കെ എടുത്തിട്ടാൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം ഇങ്ങനത്തെ വീഡിയോയ്ക്കില്ല. സ്ഥലങ്ങൾ കാണുമ്പോൾ ഭാഷ രണ്ട് സൈഡിൽ എഴുതി വെച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലേ അറിയാവും. അത് നമുക്ക് ട്രാൻസ്ലേറ്ററിലൊന്ന് കാണിച്ചു കൊടുത്താൽ അതുപോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇവിടെ ഒരു 2 സ്റ്റെപ്പ് ഉണ്ട്. മേളിൽ ആൾക്കാർക്ക് ഇരുന്ന് നോക്കാൻ ഒരു സ്ഥലമുണ്ട്. അതാണ് ഇപ്പോൾ പള്ളിയുടെ ആകും മതാമാരൊക്കെ ഉണ്ട്, നിൽപ്പുണ്ട്. അവർ ഇതുപോലെ ഓരോന്നൊക്കെ വായിച്ച് നോക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വായിച്ചു നോക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ ആകും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രസമുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിലും ദൂരമുള്ളവരാണെങ്കിലും ഇതൊക്കെ പോയി ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി പതുക്കെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു ജൂ സ്ട്രീറ്റിനകത്തോട്ട് കയറി പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഫുൾ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴും വെളിയിലോട്ട് നമ്മൾ പിന്നെയും ഇറങ്ങുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരാൾ നിന്ന് അന്തം വിട്ട് അതുപോലെ നോക്കുന്നുണ്ട്. കണ്ടിട്ടൊരു ആർട്ടിസ്റ്റിനെ പോലെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇവർ അല്ല മദാമയുടെ കൂടെ വന്ന സായിപ്പ. അപ്പം നമ്മളതിങ്ങനെ എടുത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് ആ പള്ളിയുടെ അകമൊക്കെ നല്ലപോലെ എടുത്തതിന് ശേഷം തിരിച്ച് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ പലതൊക്കെ വായിച്ച് നോക്കുന്നുണ്ട്, അതിൽ ചരിത്രങ്ങളും അതെല്ലാം ഇങ്ങനെ വായിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി. ഇനി പിന്നെ അവിടെ നിന്ന് മതി, കണ്ടു തീർന്നു, ഇറങ്ങിയതിന് ശേഷം തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഒന്നുകൂടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാറും വൈനും എല്ലാം കൂടെയുള്ള ഗാലറിയിലോട്ട് കയറി. അപ്പം അതിനകത്തോട്ട് കയറിയപ്പോൾ വലിയൊരു വെള്ളം, ഭയങ്കര വെള്ളം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ വെള്ളത്തിനടുത്ത് കാണുന്നത്. അപ്പോൾ ഇവരുണ്ടാക്കി വെച്ചതോ കൊണ്ടുവന്നതോ വെച്ചതാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചില്ല. പക്ഷെ പഴയത് കൊണ്ടുവന്നവരോ ഇരിക്കുന്നു കണ്ടിട്ട്. അപ്പം ഭയങ്കര നീളം, നിങ്ങൾക്ക് ഇത് എടുക്കുമ്പം കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതുപോലൊരു വെള്ളം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ അത് കാണിച്ചില്ല. അപ്പോൾ ഇതാണ്ട, ഇതിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര നീളമുള്ള വെള്ളം. ഇതിനകത്തായതിൻ്റെ രസമുണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. താഴെ റെഡ് ഓക്സൈഡ് ഇട്ടിരിക്കുകയാണ്. ചുറ്റും ഇതുപോലെ പല സാധനങ്ങളും അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡൈനിങ്ങിന് ഇരിക്കാൻ കേട്ടോ, ഡൈനിങ്ങിൻ്റെ സാധനങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഡൈനിങ് ടേബിളും എല്ലാം അതിൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴില്ല, അങ്ങ് ബാക്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡൈനിങ് ചെയ്യുന്ന ഈ സമയത്ത് നമ്മളിതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെവിരിലൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. മേളിലത്തെ റൂഫും രസമുണ്ട് കാണാനായിട്ട്. ഒരു പഴയ രീതിയിലുള്ള പാറ്റേണിൽ ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് പണ്ടത്തുള്ള ഒറിജിനൽ ബിൽഡിങ്ങാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും കണ്ടിട്ട് രസമുണ്ട്. അകത്ത് കയറിക്കാൻ ഇവിടെ തന്നെ ഒരു മണിക്കൂർ അരമണിക്കൂറെങ്കിലും കറങ്ങാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കൂടെയാണ് കയറിയത്.
ഭാഗത്തോട്ട് കയറി ഇപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു മയിലിനെ എല്ലാം വെച്ചിട്ടുണ്ട്, പഞ്ചലോകത്തിലേക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു സിംഹമുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുടെ വലിയ രൂപങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലെടുത്ത് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇത് അടുത്ത് ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ അപ്പുറത്തൊരു വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെ ഇങ്ങനെ പത്മനാഭൻ്റെ ഇത് ഒരു പശു ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഉണ്ട്. അത് രസമുണ്ട് കാണാൻ, വലിയ തലയും കാളത്തലയും എല്ലാം ഉണ്ട്. ഈ ലൈറ്റിങ് ഇപ്പോഴും ഇട്ടിട്ടുണ്ട്, ക്രിസ്മസ് ലൈറ്റിങ് പോലെ ഇട്ടിട്ടുണ്ട്. അതിനകത്തൂടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് നേരെ കയറിയപ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ തെയ്യം, മറ്റേ നമ്മുടെ കഥകളി അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കാണാൻ രസമുണ്ട്. തെയ്യങ്ങൾ, കോലങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ ഉണ്ടാക്കിയതായിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും കോയിൻസുകൾ, ഫോട്ടോസുകൾ അങ്ങനത്തെ പലതും ഒക്കെ ഇരിപ്പുണ്ട്. എഴുതണ്ട കഥകളി, അതുപോലെ തന്നെ ഓരോന്നിന് വരുന്നത് ചാക്യാർകൂത്ത്, അങ്ങനത്തെ എല്ലാത്തിനൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതനുസരിച്ചിട്ടുള്ള വേഷങ്ങളാണ്. പിന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. കുറേ ആൻറ്റിക് ഐറ്റംസ് ഇരിപ്പുണ്ട്. ഇത് കളക്ഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വാങ്ങിക്കാനൊക്കെ നല്ലതാണ്. എല്ലാം നല്ല വിലയാണ് കേട്ടോ. ഞാൻ എൻ്റെ വിലയൊന്നും എല്ലാത്തിൻ്റെയും ചോദിച്ചില്ല, കാരണം അതിന് സമയമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ അത് കണ്ട് അങ്ങനെ ഇറങ്ങി നേരെ തിരിച്ച് പുറത്തോട്ടിറങ്ങിയിട്ട് അതിനകത്തോട്ട് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അവരിവിടെ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് അത് ആ വഴിയും ചോദിച്ചിട്ട് അകത്തോട്ട് നമ്മൾ പോകണം. അപ്പോൾ അവിടെ കാറിടായിരുന്നു, പക്ഷെ നമ്മളത് കണ്ടില്ല. നമ്മൾ അവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത്. അതുകൊണ്ട് അപ്പുറത്ത് വേറെ ഒരിടത്തും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് കാർ പാർക്കിംഗ് അങ്ങ് കൊണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നാണ് വന്നത്. അപ്പോൾ നേരെ നമ്മൾ അതിനകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അകത്ത് ബിയർ പാർലറും വൈൻ പാർലറുമാണ്, പിന്നെ ഫുഡും ഉണ്ട്. ഫുഡിൻ്റെ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇതുപോലത്തെ സാധാരണ ഫുഡുകളൊന്നുമില്ല. ഈ അങ്ങനത്തെ ടൈപ്പ് ചൈനീസ് ഫുഡുകൾ അങ്ങനത്തെയൊക്കെ ഉള്ളു. അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് വല്ലതും കഴിച്ചിട്ട് നമുക്ക് വെളിയിൽ പോയി പിന്നെ വേറെ എന്തെങ്കിലും ഫുഡുകൾ കഴിക്കാമെന്നുള്ള കണ്ടി. നേരത്തെ അവിടെ കയറി സലാഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും ഇവിടെ വന്നിട്ടേ വല്ല ഫുഡ് അങ്ങനത്തെ ഫുഡൊന്നും അവിടെ ഇല്ല ഇപ്പം ആസ് ഇറ്റ് ഈസ്. നേരെ അപ്പോൾ ഇത് കഴിഞ്ഞ് അവർക്ക് അതിനകത്തൊരു ഗാർഡനാണ്, അത് നല്ല രസമുണ്ട് കേട്ടോ. ഗാർഡൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട ശരിക്കൊരു ദുബൈയിലൊരു ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ അബ്ര പോലത്തെ നേരത്തെ പറഞ്ഞ പോലെ അതോടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ഇങ്ങനെ നല്ല രസമുണ്ട്, അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്പണാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ക്ലോസ്ഡാണ്. പലരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ഇവിടെ കറങ്ങി നടക്കാൻ കൊള്ളാം, രസമുണ്ട്. എന്തായാലും ഒരു 2-3 മണിക്കൂർ നല്ലതുപോലെ പോയി കിട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്തോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നല്ലൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിച്ച്. നേരെ നോക്കുമ്പം കടലാണ്, അപ്പുറത്തെ സൈഡിൽ നിന്നൊന്നും കണ്ടുകൂടാ. കടലിൽ നേരെ ഷിപ്പുകൾ കിടക്കുന്ന കാണാം. പലരുമൊക്കെ വന്നിരുന്ന് ബിയറും വൈനും ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കൂടത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഒരു സീറ്റ് പിടിക്കാനായിട്ട് അങ്ങനെ അവിടെ നോക്കി കറങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവിടെയും ഇതുപോലെ ബാർ കൗണ്ടർ പോലെ ഇരിക്കുന്നത് അലങ്കരിച്ചിരിക്കുന്നത് ബാർ കൗണ്ടർ അല്ല, അത് ബാറല്ല, സോഡ കുപ്പി തലകുത്തി നിർത്തിയാണ്, പഴയ ടൈപ്പ് ഗോലി സോഡ തലകുത്തി നിർത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ വെളിയിലോട്ടൊക്കെ നോക്കി. അപ്പോൾ അവിടെ വെളിയിലാണല്ലോ ഷിപ്പ് കിടക്കുന്ന, 5-6 ഷിപ്പ് കിടക്കുന്നതാണ്. നല്ല രസമുള്ള വ്യൂ കേട്ടോ. അപ്പം ഇത് അതിൻ്റെ ക്ലോസപ്പാണ് ഈ എടുക്കുന്നത്. അപ്പം കുറേ ഷിപ്പുകൾ കിടപ്പുണ്ട്, പല ടൈപ്പ് ഷിപ്പുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു കുതിര, മറ്റേ ഇതുണ്ടല്ലോ വല്ല എഴുന്നള്ളിക്കുന്ന പോലത്തെ ആ കുതിരയാണ് ആ സാധനം. ഇവിടെ ഒരുപാട് ആൻറ്റിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റം ഉണ്ട്. ഈ വൈകിട്ടൊക്കെ നല്ല എൻജോയിങ് പ്ലേസ്, ശരിക്കും രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബിയറൊക്കെ അടിച്ച് പിന്നെ നൈസായിട്ട് പുറത്തിറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാരൊന്നും നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യില്ല, കാരണം ഞാൻ അതൊക്കെ റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ആരും മൈൻഡ് ചെയ്യാത്തത്. അത് നല്ല എന്നാൽ കാണാൻ പറ്റും, വീഡിയോ എടുക്കാനും പറ്റും. അപ്പം അതിൻ്റെ വെളിയിലുള്ള വ്യൂ ഒക്കെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു, 2 തണുത്ത ബിയറും ഓർഡർ ചെയ്തു. അവിടെ ഇരുന്ന് മറ്റേതൊന്നും അങ്ങനെ അവർ വെളിയിൽ നിന്ന് നമ്മൾ നേരത്തെ സലാഡൊക്കെ കഴിച്ചുകൊണ്ട് അവരൊന്നും കഴിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കുതിരയുടെ തല കണ്ടോ, അത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് അവിടെ. രസമുണ്ട്.
അവരുടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു പഴയ ലുക്ക് ഉണ്ടാക്കാൻ നല്ല ഭംഗിയായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അല്ല സോള തന്നെ പറഞ്ഞില്ല, ഗോലി സോള തിരിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് കടകളിൽ പിന്നെ അതൊന്നും കാണാതായി. ഇപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടൊന്നും ഗ്യാസ് അടിക്കേണ്ട കാര്യമില്ല, കുപ്പിയുടെ ആവശ്യമില്ല, പ്ലാസ്റ്റിക് തന്നെ കിട്ടിയത്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ കുഴപ്പം, പ്ലാസ്റ്റിക് ഉരുകി അതിനകത്ത് ഇറങ്ങുമെന്നുള്ളത് വേറെ കാര്യം. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇതുപോലത്തെ അതിനകത്തൊക്കെ ചൂടെടുത്ത് വെച്ചിരുന്നാൽ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഗ്ലാസ് ബോട്ടിലുകൾ തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പം ഞങ്ങളങ്ങനെ അവിടുത്തെ ഈ സ്ഥലം ഒന്നുകൂടെ നല്ല പകർത്തെടുത്തോണ്ടിരിക്കുകയാണ്. വെളിയിൽ കാണാൻ നല്ല രസമുണ്ട്. കടലിൽ ചൂട് കൊണ്ടിട്ടിട്ട് ആൾക്കാരുടെ ഇരിക്കുന്നത്, ഇവരുടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫുഡുകൾ കൂടുതൽ നമ്മൾ കഴിച്ചില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ ഫുഡിന് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ. ആംബിയൻസ് അടിപൊളി. ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നു, പല ടൈപ്പ് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ സാധാ ഇന്ത്യൻ മീൽസ് എൻ്റെ ഉച്ചക്കലത്തെ കേരള മീൽസ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറിയത് ഒന്നും കാണാത്തതിക്ക് ഏതായാലും വന്നത്തേക്ക് ദാഹിച്ചു ചെയ്യാം. അങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല, അത്രയ്ക്കും ഭയങ്കര ഹോട്ടാണ്. അപ്പം അങ്ങനെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീച്ചേഴ്സായിട്ട് പഴയ പല കല്ലിലുണ്ടാക്കിയ കുറേ വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി സീയുടെ വ്യൂ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കാണാൻ. അതാണ് പിന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സൂമിലോട്ടിൻ്റെ കാണിക്കുന്നത്. ഇതിപ്പോൾ S20 ഇത് പിന്നെ ബ്രഡ്ജേഴ്സും ഉണ്ട് അതിനിടെ. സാധാരണ ഷിപ്പിന് വളരെ ബ്രഡ്ജേഴ്സും തോന്നുന്നു. ഇതിൻ്റെ വ്യൂസ് ഇങ്ങനെ കണ്ട് ഓരോരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു നോമ്പുകളുണ്ട്. എന്തായാലും ഇതുപോലത്തെ ഇവിടുത്തെ ഏരിയയിലൊരു സ്ഥലം അത് ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പ്രോത്സാഹനമായി കൊണ്ടുവരുന്ന ആൾക്കാർ പിള്ളേരൊക്കെ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല തണുത്തൊരു ബിയർ അടിച്ചിട്ട് അവിടെ ഇരിക്കും. അപ്പം അതിൻ്റേതായ അവിടെ അപ്പോഴങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഗാർഡനിൽ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പുറത്തിറങ്ങിയിട്ട് പുറത്തോട്ട് വരുമ്പോൾ ഒരു പീരങ്കി പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒറിജിനലാണോ ഇവരുണ്ടാക്കി വെച്ചാണെന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷേ സംഭവം കൊള്ളാൻ കാണാൻ ഒരു ഗാർഡൻ്റെ വ്യൂ ആണ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ചെവിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ കളർ പാറ്റേൺ കോമ്പിനേഷനും കൊള്ളാം. മഞ്ഞ, ഓറഞ്ച്, പിന്നെ നമ്മുടെ താഴത്തെ റെഡ് ഓക്സൈഡിൻ്റെ കളറെല്ലാം കൂടെ നല്ല യോജിക്കുന്നുണ്ട്. നമ്മുടെ കസേരയൊക്കെ മഞ്ഞ കളർ. അപ്പോൾ ഒരു ബിയറും അടിച്ചതിന് ശേഷം നമ്മൾ വെളിയിലോട്ടിറങ്ങിയതിന് ശേഷം തിരിച്ച് പുറത്തോട്ടിറങ്ങുമ്പോഴും അവിടെ കുറേ കാണാം. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞാനതൊക്കെ ഒരു നിലവിളക്ക്, ആമ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു. ഇങ്ങോട്ട് വീഡിയോസ് എടുത്ത് വെളിയിറങ്ങിയപ്പോൾ ഒരു പാർട്ടി പറയണ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ, എന്നാൽ എടുക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നിടത്ത് വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു ചാരിയറ്റൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ വിടുമ്പം കൂടുതൽ പേര് കണ്ടിട്ട് അവിടെ കൂടുതൽ സെയിൽസ് കിടക്കുകയുള്ളൂ. പിന്നെ എന്തോന്നൊക്കെയാണ് ഇത് പറയേണ്ടത് മനസ്സിലായില്ല. അല്ലെങ്കിൽ അവർ എഴുതി വയ്ക്കണം, എടുക്കരുത്. അങ്ങനെ എഴുതി വയ്ക്കാതിട്ട് നമ്മൾ എടുക്കാറുമില്ല. എഴുതി വെച്ചെന്നാൽ നമ്മൾ ഒരു കാരണവശാലും എടുക്കില്ല. അപ്പോൾ അതായത് തന്നെ നന്ദിനി പശുവിൻ്റെ ഒരു വലിയൊരു ഇത് വെങ്കലമായിരുന്നു തോന്നുന്നു അതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുവഴി ഇങ്ങോട്ട് നമ്മൾ പിന്നെ അടുത്ത മറ്റേ ഈ എൻട്രൻസിൽ കൂടെയാണ് ഇങ്ങോട്ട് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മറ്റേ വലിയ വള്ളം ഇപ്പം കാണാം. ഭയങ്കര വലിയ സൈസുണ്ട്, രസമുണ്ട് അത് കാണാൻ. അപ്പോൾ അവിടെ തന്നെ ഇവർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, മേശയും കസേരയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്ന് എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ ആൾക്കാരിരിക്കില്ല, എല്ലാവരും വന്ന് വീഡിയോ എടുക്കും. പിന്നെ ചുമ്മാ ഡയലോഗ് അടിച്ചെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് വള്ളത്തിൻ്റെ ഈ പാമരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലാണ്, അത് അവിടെയാണ്, ഈ സൈഡാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകണ്ട. എന്തുമാത്രം വലിപ്പമുള്ളൊരു സംഭവം എന്നറിയാമോ? അത് കാണേണ്ട സാധനം തന്നെയാണ് കേട്ടോ. ഇതുപോലെ കുറേ ആർട്ടിക്കിൾസ് ഇവിടെ ഇരിപ്പുണ്ട്, പല സാധനങ്ങളും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഫോട്ടോസ്, മറ്റേ നമ്മുടെ ഇതുപോലത്തെ വിഗ്രഹങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്.
ഈ തൂണുകളും അതെല്ലാം ഇതിൻ്റെ ആംബിയൻസിൻ്റെ എല്ലാം യോജിച്ച് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ പഴയ ബിൽഡിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെ എടുത്തിട്ട് ഇവർ ഓൾട്ടർ ചെയ്തൊക്കെ ചെയ്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ തോന്നുന്നു അതേ ചെയ്തതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ പലരും പിന്നെ അത് കാണാനായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതുവഴി ഇങ്ങനെ നേരെ പോയി ഇപ്പോൾ ഒരു ഐരാവതമൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ള ആന അത് വെച്ചിട്ടുണ്ട്. പിന്നെ മയിലിൻ്റെ നേരത്തെ പണ്ടില്ലേ ആ സാധനം, സിംഹം, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ചേച്ചി പറയുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ ചേച്ചിയാണ് പറയുന്നത് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങി നേരെ ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. നമുക്ക് നേരെ പോയി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരെ പോയി ഇനി ചീനവലയുടെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ കൂടെ എടുക്കണം. അതിനാണ് നമ്മൾ ആവശ്യം. അപ്പോൾ കടകൾ ഓരോ കടകൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കടകളുണ്ട്. കുറേ ആൻറ്റിക് സാധനങ്ങളും അതുപോലെ തന്നെ പല നമുക്കൊരു രസം തോന്നുന്ന വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് കാറിലോട്ട് പോവാണ്. ഫുഡ് കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് കൂടുതൽ നല്ല രീതിയിൽ കഴിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പഴയ സോഡാ കടയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വെച്ചുകൂടെയാണ്. എന്നിട്ട് നേരെ കാർ എടുക്കാനായിട്ട് തിരിച്ച് നടന്നിട്ട് അപ്പം ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഒരു 2:30 മണി 3 മണിയൊക്കെ ആയിരിക്കും. എന്നിട്ടും ചൂടുണ്ട്, ടെമ്പറേച്ചറുണ്ട്. മോളും മരുമോനാണ് നടന്നു ഫ്രണ്ടിൽ അങ്ങോട്ട് പോയത്. അപ്പം ഇതുപോലത്തെ ആൻറ്റിക് കടയാണ്. പലരും കാണുന്ന അവിടെ എല്ലാം കാർ പാർക്കെല്ലാം ഫുള്ളാണ് കേട്ടോ. ദൂരെ നിന്നൊക്കെ വന്നവരൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ ഫുള്ളാണ്. അപ്പം നമ്മളങ്ങനെ കൊച്ചിയിലൊരു പ്രദർശനം ഇവിടെ ഈ ഏരിയയിൽ ക്രാഫ്റ്റ് വില്ലേജ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്, വന്ന് കാണണം. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ അപ്പുറത്ത് വേറൊരു പാലസ് ഉണ്ട്, അതെല്ലാം കൂടെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ സമയം പോയി. ഇത് കണ്ടോ, കല്ലുകൾ പലതരം ഡിഫറെൻറ്റ് നാച്ചുറൽ കല്ലുകളാണ്. കല്ലുകളെ പറ്റിയൊക്കെ എനിക്ക് കുറേ അറിയാം. ഡീറ്റെയിൽസ് അങ്ങനെ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കല്ലുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, കല്ലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. പോലീസിൻ്റെ ഒരു വാൻ പോകുന്നുണ്ട്, അത് ഇലക്ഷൻ്റെ പരിപാടിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസ് സ്ട്രീറ്റിനോട് ഏകദേശം വിടവാങ്ങാണ്. ഇനിയും വരാം എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം രസമുണ്ട് കാണാൻ. വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ ഇങ്ങനെ കമ്പനി കൂടുമ്പം അവരുമായിട്ടും ഒരേ സ്ഥലത്ത് തന്നെ പിന്നെയും വരാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം വേറെ ആൾക്കാർ പറഞ്ഞിട്ടേ ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരെ കൂടെ കൊണ്ട് കാണിക്കാനായിട്ട് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ജൂ ടൗണിനോടുകൂടി വിട പറയുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇനി അടുത്ത് വണ്ടിയിൽ കയറിയതിന് ശേഷം അവിടെ നേരെ തിരിച്ച് നമ്മൾ ആ ചീനവല കാണാനായിട്ട് അങ്ങോട്ട് വെച്ചുവിടുകയാണ്. അപ്പോൾ നേരെ അവിടെ പോകുന്ന റോഡും കാണാൻ രസമുണ്ട്, അതുകൊണ്ട് എടുക്കുകയാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു. ഞാൻ അതാണ് ഈ മരങ്ങൾ എല്ലായിടത്തും വെച്ച് നട്ടാൽ നല്ലതാണ്. ഇതേപോലത്തെ ടൈപ്പ് മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കാണാൻ നല്ല രസമായിരിക്കും, നല്ല തണലുമായിരിക്കും. അപ്പോൾ ഇതിപ്പം പിന്നെ കാറിനകത്തായതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അത് എൻ്റെ കൂടെ ഉള്ളതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓടിക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഭയങ്കര പൊടിയല്ലേ. അപ്പോൾ ഇത് ഇനി വെളിയിലിറങ്ങുമ്പോൾ നമുക്ക് ഇനി പിന്നെ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബാക്കിലോട്ട് പോൺചീന വല്ല കാണാനായിട്ട് തിരിച്ച് പഴയ പോലെ വന്ന റൂട്ടിൽ കൂടെ തന്നെ പിന്നെയും പോവാണ്. അപ്പോൾ ഇനി എനിക്കൊന്നൊരു 1-2 കിലോമീറ്ററിനകത്തേ ഉള്ളെന്ന് തോന്നുന്നു, ഉടനെ എത്തും. അപ്പോൾ ആ വഴികൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, അതുകൊണ്ടാണ് അത് വീഡിയോയിലെടുത്തത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോലത്തെ ഉണ്ടെന്ന് തോന്നുന്നു. ആലിങ്ങനെ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് കിടക്കുന്ന ടൈപ്പേ. അപ്പോഴും അതായത് തന്നെ അതുപോലെ ഇത് രസമുണ്ട് കാണാൻ. അങ്ങനെ ഇതെല്ലാം നേവൽ ബേസിൻ്റെ അവരുടെ സാധനങ്ങൾ ഇടതുവശത്ത് കാണുന്നതൊക്കെ അവരുടെ എനിക്ക് തോന്നുന്നതിൻ്റെ ഗോഡൗൺ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതാണെന്നാണ് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ ഇനി പോയിട്ട് നേരെ അപ്പം പിന്നെയും ക്രിസ്ത്യൻ പള്ളികളെല്ലാം ഉണ്ട് സൈഡിലെല്ലാം. ഈ റോഡൊക്കെ നല്ല നീറ്റ്. മിക്കവാറും കേരളത്തിലെ എല്ലാ റോഡുകളും നല്ലതാണ് കേട്ടോ. ചില സിറ്റിയിലെ ചില റോഡ്സ് ഒഴിച്ച് എല്ലാ റോഡുകളും നല്ലതാണ്, നമുക്ക് പോകാൻ ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ കറങ്ങിയിട ഇപ്പം ഇതല്ലാതെ വലിയ റോഡുകളെല്ലാം
രസമുണ്ട്, നല്ല ഇട്ടിട്ടിരിക്കുന്നതുകൊണ്ടേ. ചില റെയർ പോക്കറ്റ്സ് മാത്രമേ ഉള്ളൂ സിറ്റിക്കകത്തുള്ളതാണ് നന്നാക്കാട്ടിരിക്കുന്നത്. അതവർ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നന്നാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് പറയാൻ കാരണം ഇതുണ്ടെങ്കിൽ സോളാർ ഓടേണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല വണ്ടികളും വരണം, എന്നാലേ നമുക്ക് കൂടുതൽ രസമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഇപ്പം തന്നെ പണ്ടൊക്കെ കണ്ണൂരൊക്കെ പോകണമെങ്കിൽ സർക്കസ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല വെച്ച് വിട്ട് പോകാം, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പഴയ സ്ട്രിപ്പ് ബിൽഡിങ്സ് പിന്നെയും കണ്ടു തുടങ്ങി, ഇടത് വെച്ചിട്ടുണ്ട്. അത് പഴയ ടൈപ്പ് ബിൽഡിങ്ങാണ്, അത് രസമുണ്ട് കാണാൻ. ഇതുപോലെ അവരൊക്കെ വീശറി തൊപ്പിയൊക്കെ എടുത്ത് വീശി പോവാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കി നല്ല ഈ ബിൽഡിങ്ങൊക്കെ കണ്ടോ, രസമുണ്ട്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. അപ്പം സ്ട്രീറ്റുകൾ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും കുഞ്ഞായിട്ട് വരും. ഫാബ് ഇന്ത്യയുടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പല ഇതെല്ലാം ഓരോരോ മറ്റേ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയൊക്കെയാണ്, പലതരം വെറൈറ്റി റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ ഇനി റെസ്റ്റോറൻറ്റിൽ കയറാൻ ഉദ്ദേശമില്ല, പോയിട്ട് പിന്നെ കഴിക്കാമെന്നുള്ള നിലയിൽ നേരെ വെച്ച് വിടുകയാണ്. അപ്പം കുറച്ചുകൂടെ ഇനി ഒരു 7 മിനിറ്റ് കൂടെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ചീന വലയും കാണാം. കൊച്ചി, അതായത് നമ്മുടെ കൊച്ചി. ഈ ലാംഗ്വേജസ് ഓരോരുത്തരും ചെറുതായിട്ട് മാറും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം രസമാണ് കേട്ടോ, ഒന്നും പ്രത്യേകിച്ച് കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ സ്ലാങ്ങും രസമാണ്. തൃശ്ശൂരിൻ്റെ ഭാഷയ്ക്ക് രസമാണ്, എറണാകുളത്തിൻ്റെ രസമാണ്, കണ്ണൂരൊരു രസമാണ്. അങ്ങനെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പള്ളി കാണാം, ഒരു വലിയൊരു പള്ളിയാണ്, അത് ക്രിസ്ത്യൻ പള്ളിയാണ്, അത് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരൻ ഇവിടെ വഴി നിൽപ്പുണ്ട്. അപ്പം സാധാരണക്കാരൊക്കെ എന്തെല്ലാം ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നതറിയും. ഓരോരുത്തർക്ക് അവിടെ കിട്ടുന്നതനുസരിച്ച് അവരവിടെ കൂടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് സ്ട്രീറ്റുകളിലൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കണം, എന്നാലേ അത് രസമുള്ളൂ. ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് NH-ൻ്റെ സൈഡിൽ ഉറപ്പായിട്ട് ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ, റോഡിൻ്റെ സൈഡിൽ സ്ഥലമില്ല, അതൊരു പ്രൈവറ്റ് വീടുകളിൽ വെച്ച് പിന്നെ നമ്മൾ നേരെ ചെന്ന് ഇപ്പം ചീന വലയാണ് ഇത് കാണുന്നത്. അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ ഉടനെ അറിയാം, കാണാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ചീന വലയുടെ ഇത് വർക്കബിളാണോ എന്ന് എനിക്ക് വർക്ക് ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞൂടാ, അതെ വർക്ക് ചെയ്യുന്നതാണോ തോന്നുന്നു, വെറുതെ വെച്ചിരിക്കുന്നതാണോ അറിഞ്ഞൂടാ. അപ്പോൾ അതിലേക്ക് ഒരു ഷിപ്പ് അതുവഴി ക്രോസ് ചെയ്ത് പോകാം. അതും കൂടെ ഞാൻ ഷൂട്ട് ചെയ്തു, രസമാണ്. ഷിപ്പല്ല, ഇത് ട്രെഡ്ജറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മണ്ണ് നീക്കുന്ന സാധനം ആണെന്ന് തോന്നുന്നു. എല്ലാം ഷിപ്പ് തന്നെ, ഇതിനൊക്കെ ആക്കുന്നതേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ ഇനിയും ഷിപ്പുകൾ അതുവഴി വരുന്നുണ്ട്, അത് കാണാൻ രസമാണ്. അത് എൻ്റെ ഇതിവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. പിന്നെ ഇതിനുള്ളിൽ വേറൊരു സ്ഥലമുണ്ട് അപ്പുറത്തെ സൈഡ്, ഇനി ഒരു ദിവസം അതുവഴിയെല്ലാം അവർ കറക്റ്റ് നടത്തും. മട്ടാഞ്ചേരി കൊച്ചി, നമ്മുടെ കൊച്ചി, അവറോൺ കൊച്ചി, എറണാകുളം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഒന്നുകൂടെ ക്ലോസപ്പ് ഷിപ്പ് അല്ല, ആക്ച്വലി ഇത് ഡ്രഡ്ജറാണ്. അല്ലെങ്കിൽ സാധനങ്ങളിങ്ങനെ അപ്പുറത്തെ കൊണ്ടുവന്നിട്ട് ഡ്രഡ്ജർ തന്നെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോകണം. ഷിപ്പിനകത്ത് ഇനി ഒരു ദിവസം കയറി വീഡിയോ ഉണ്ട്, അതുപോലെ ഷിപ്പിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളൊരു വീഡിയോ, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത പോലെ ഷിപ്പിൻ്റെ വീഡിയോസ് അകത്തൊക്കെ കയറി ചെയ്യാൻ പറ്റും, നോക്കാം. അപ്പം പിന്നെ അപ്പുറത്ത് ഒരുപാട് ചെയ്യുന്നതല്ലേ ഉണ്ട്, കുറേ. അപ്പോൾ അത് വർക്കിംഗ് ഉള്ളതാണ് കേട്ടോ, അത് ഇത്ര വെക്കുക. അപ്പോൾ ഇവിടെയൊക്കെ മീൻ അവൈലബിൾ ആയിരിക്കും, അതുകൊണ്ടാണ് അത് ഡിപ്പ് ചെയ്ത് മീൻ പിടിക്കും. അടുത്തൊരു ഷിപ്പ്, അത് ഷിപ്പ് പ്രൈവറ്റ് ഷിപ്പ് ഒരു രസമുണ്ട് കാണാൻ. പെട്രോൾ ആണോ ഉണ്ട്, ഏതായാലും രസമുണ്ട്. അത് കളർ കോമ്പിനേഷൻ എല്ലാം രസമുണ്ട്. അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെയും ഷൂട്ട് ചെയ്തെടുക്കും. അപ്പോൾ കൊച്ചിയിൽ ഇനിയും കുറേ കാര്യങ്ങൾ പല ഏരിയകൾ കാണാനുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത് ഒരു ദിവസം അവിടെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി എടുക്കുന്നതാണ്. അപ്പം ചീന വല ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നത്, അതിൻ്റെ മീൻ അതിനകത്ത് കയറി. പണ്ടാരെ പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിയില്ലാത്ത സാധനം മീനാണെന്ന്, കാരണം ഉപ്പിൽ കിടക്കാറുണ്ട്. അതുപോലെ തന്നെ അത് ഒരു വല കാണിച്ചു കൊടുത്താൽ കയറുന്ന ഏക മീനാണ്. പ്രാവ് പോലും വല കണ്ടു കഴിഞ്ഞാൽ ഏരിയയെ വരില്ല. അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ചീന വലകൾ കണ്ടില്ലെന്ന് പറയുന്നത് പോയി കാണണം, രസമാണ് ഈ ഏരിയകളിൽ ഇങ്ങനെ പോയി ഒക്കെ എൻജോയ് ചെയ്യാൻ. നമ്മുടെ
ഒരു ഹാർഡ് വർക്കായിട്ടുള്ള ദിവസങ്ങൾ മാറിയിട്ട് നല്ല എനർജി ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതൊക്കെയാണ് എൻ്റെ കാര്യം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനുള്ളതാണ്. ഷെയർ ചെയ്തിട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം തിരിച്ചപ്പം അവർ ചൂട് കാരണം മറ്റേവരൊന്നും കാറിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ രണ്ടുപേരും ഇറങ്ങി, മറ്റേവരവിടെ അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പം ഇനി തിരിച്ച് അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ല അതൊക്കെ എനിക്കൊന്ന് ആ പേയ്മെൻറ്റൊക്കെ ശരിയാക്കി ഇടുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ കൊച്ചിയിലൊരു ദിവസം ചിലവാക്കിയപ്പം എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്, വീഡിയോസൊക്കെയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയെല്ലാം ഈ ദിവസമുള്ള കാര്യങ്ങളും ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളും അസുഖങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്ത് വരും. ഇതൊരു മിക്സ് ചാനലാണ്. എല്ലാത്തിനെ പറ്റി, പിന്നെ ഫുഡ് ഐറ്റത്തിനെ പറ്റി വരും, ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വിധത്തിനെ പറ്റി വരും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ നമുക്ക് മെഡിസിൻസിനെ പറ്റി വരും, മെഡിസിൻസിൻ്റെ കുഴപ്പങ്ങൾ, കോംപ്ലിക്കേഷൻസ് എല്ലാം വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇട്ട് പോകാറുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റിലിട്ടാൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ വന്ന് അത് എടുക്കാം. എനിക്കും രസമാണ് അങ്ങനത്തെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏരിയകൾ, എന്തെങ്കിലും വ്യത്യസ്തതയുള്ള ഏരിയകളൊക്കെ പറഞ്ഞാൽ അവിടെ വന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇനിയും ബോട്ടുകൾ വരുന്നുണ്ട്. സോ കുറേ പേര് ഇപ്പോഴും കാണാനൊക്കെ ആൾക്കാർ വന്നില്ലാലും ബൈക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അത് ചൂട് കാണുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഈ ചൂടൂടെ കുറച്ച് കുറവാണെങ്കിൽ നല്ല കാലമാണ്, നല്ല എൻജോയിങ് ആയിരിക്കും. ചൂടുണ്ട്, പക്ഷെ ഇപ്പം അത്ര ചൂട് തോന്നില്ല. മണി 4:45 ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.